اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات وقاضي الحاجات. പ്രിയ സഹോദരങ്ങളെ, കച്ചവട സംബന്ധമായ കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. കച്ചവടത്തിന്റെ 6 റുക്നുകളും ആ ഓരോ റുക്നുകൾക്കും ഉണ്ടായിരിക്കേണ്ട ഷർത്തുകളും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ചുരുക്കിയാണൊക്കെ വിഷയങ്ങൾ പറയുന്നത് എങ്കിലും ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഓരോ മുസ്ലിമായ മനുഷ്യനും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതും പ്രത്യേകിച്ച് വ്യാപാരികൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുമായ വിഷയം, വ്യാപാരത്തിൽ വരുന്ന പലിശ. നാല് തരം പലിശയാണ് ഇസ്ലാമിൽ. 4 വൻദോഷങ്ങളിൽപ്പെട്ട സബുൽ മുബിഖാത്താണ്. അതിൽ ഒന്ന് ഏറ്റക്കുറവ് പലിശ, കൈമാറ്റ പലിശ, അവധി പലിശ. ഇങ്ങനെ 3 തരം പലിശകൾ നിശ്ചിത ചില വസ്തുക്കളിൽ വ്യാപാരം നടത്തുമ്പോൾ വന്നു ചേരുന്ന അപകടകരമായ അവസ്ഥയുണ്ട്. അത് ഏതൊക്കെ വസ്തുക്കളിലാണ് എന്നതും, പിന്നെ നമുക്ക് പൊതുവെ അറിയപ്പെടുന്ന സർവ്വവ്യാപകമായ അറിയപ്പെടുന്ന ഒരു പലിശ ഉണ്ട്. അതിന് കടപ്പലിശ എന്നാ പറയാം. മൊത്തം പറഞ്ഞാൽ പലിശകൾ 4 ഇനമാണ്. ഒന്ന് കടമിടപാടിൽ വരുന്ന പലിശ. അപ്പൊ നമുക്കൊക്കെ അറിയാം, 1000 ഉറുപ്യ കൊടുത്തിട്ട് മാസത്തിൽ 10 രൂപ വീതം അതിന്റെ ലാഭം തരണം എന്ന വ്യവസ്ഥ. അത് എത്ര കാലാണോ ആ സംഖ്യ അവന്റെ കൈവശം നിൽക്കുന്നത് അത്രയും കാലം ഈ സംഖ്യ അടച്ചുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് ഒരു നിശ്ചിത സംഖ്യ കടം കൊടുത്തു. ഈ കൊടുത്ത കടം നിലനിൽക്കുന്ന കാലത്തോളം ഇന്ന വസ്തുവിന്റെ ഉപകാരം, ഇന്ന വസ്തുവിന്റെ ഉപയോഗം തരണം, എടുക്കും എന്ന വ്യവസ്ഥയിൽ. ഇന്നലെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ 1,00,000 രൂപ ഒരാൾക്ക് കടം കൊടുക്കുന്നു. അയാളൊരു വണ്ടി നമുക്ക് ഓട്ടാൻ തരുന്നു. 6 മാസം വണ്ടി ഓട്ടി വണ്ടി തിരിച്ചു കൊടുക്കുമ്പോൾ കൊടുത്ത സംഖ്യ 1,00,000 തിരിച്ചിങ്ങോട്ട് തരുന്നു. അപ്പൊ ഈ 1,00,000 കൊടുത്തത് കടവാ. ആ കടം കൊടുക്കാനുള്ള വ്യവസ്ഥയാണ് ഈ വണ്ടി 6 മാസം ഓട്ടുക എന്ന് പറഞ്ഞത്. അത് കടപ്പലിശ എന്നാണ് അതിന് പറയാം. ഇപ്പൊ ബാങ്കിൽ സാധാരണ കൈകാര്യം ചെയ്യപ്പെടുന്ന പലിശ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇടപാടുകളിൽ വരുന്ന പലിശ, പിന്നെ വട്ടിക്ക് കൊടുക്കാനായിട്ട് ചില ആൾക്കാരുണ്ട്. ഒരു സംഖ്യ കൊടുത്തിട്ട് ഈ വാങ്ങിയ ആളുകൾ തിരിച്ച് ലാഭത്തോടുകൂടി തിരിച്ചു കൊടുക്കൽ വ്യവസ്ഥ ചെയ്യുന്ന, അത് മാർവാടി പലിശ എന്ന് പറഞ്ഞിട്ട് രാവിലെ ഷോപ്പ് തുറക്കുമ്പം സംഖ്യ വാങ്ങി വൈകുന്നേരം കച്ചവടം കഴിഞ്ഞ് ഷോപ്പ് അടക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുന്ന, അങ്ങനെ മാർവാടി പലിശ ഉണ്ട്. ആഴ്ചക്ക് കൊടുക്കുന്നതുണ്ട്, മാസത്തിന് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. അതൊക്കെ കടപ്പലിശ എന്ന് പറയുന്ന ഒറ്റ വിഭാഗത്തിൽപ്പെട്ടതാണ്. എന്നാൽ വ്യാപാരത്തിൽ വരുന്ന, കച്ചവടത്തിൽ വരുന്ന പലിശകളാണ് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അത് 3 തരം വരും: കൈമാറ്റ പലിശ, അവധി പലിശ, ഏറ്റക്കുറവ് പലിശ. അത് ഏതൊക്കെ വസ്തുക്കളിലാണ് നടക്കുന്നത് എന്നതാണ് ഇന്ന് നമുക്ക് ഓതാനുള്ള ഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ.
അരിബ വ അൻവാഉഹു. അരിബ പലിശ, വ അൻവാഉഹു പലിശയുടെ ഇനങ്ങൾ. അപ്പൊ ഏതൊക്കെ വസ്തുവിലാണ് കച്ചവട സംബന്ധമായി പലിശ വരുന്നത്? അപ്പൊ ഇവിടുത്തെ ചർച്ച മൊത്തം ലോകത്തുള്ള പലിശനെ പറ്റിയിട്ടല്ല, വ്യാപാരത്തെ പറ്റിയാണല്ലോ നമ്മൾ ഇപ്പോൾ ഓതി വരുന്ന ഭാഗം. വ്യാപാരത്തിൽ വരുന്ന പലിശ, അതാണ് ഇവിടെ അരിബ കൊണ്ട് ഇവിടെ ഇപ്പൊ തൽക്കാലം ഉദ്ദേശിക്കുന്നത്. വ്യാപാരത്തിൽ വന്നു ചേരുന്ന പലിശ. വ അൻവാഹു, അങ്ങനെ വ്യാപാരത്തിൽ വന്നു ചേരുന്ന പലിശയുടെ ഇനങ്ങളും. അപ്പൊ വ്യാപാരത്തിലല്ലാത്ത കടമിടപാടിലുള്ള പലിശയെ പറ്റി ഇവിടെ പറഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് അത് പലിശ അല്ല എന്ന് വെക്കേണ്ടതില്ല. തന്നെയല്ല, നാട്ടിൽ വ്യാപകമായി നടക്കുന്നത് അതാണ് താനും. ബാക്കി ഇവിടെ പറയുന്നത് ഇന്ന് നാട്ടിൽ നടക്കുന്നത് കാര്യമായിട്ട് ഈ ജ്വല്ലറിക്കാര് നടത്തുന്ന തട്ടിപ്പുകളാണ്. അതൊക്കെ പലിശന്റെ ഒപ്പിൽ വരും. അത് മനസ്സിലാക്കുന്നത് നല്ലതുമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്താ പറയുന്നത്? അസ്സഹബു ബിസ്സഹബി വൽ ഫില്ലത്തു ബിൽ ഫില്ലത്തി വൽ ബുർറു ബിൽ ബുർരി വസ്സഈറു ബിസ്സഈരി വത്തംറു ബിത്തംരി വൽ മിൽഹു ബിൽ മിൽഹി മിസ്ലൻ ബിമിസ്ലിൻ സവാഅൻ ബിസവാഇൻ യദൻ ബിയദിൻ فإذا اختلفت هذه الأصناف فبيعوا كيف شئتم إذا كان يدا بيد رواه مسلم. കണ്ടോ, വ്യാപാരത്തിൽ വരുന്ന പലിശ രണ്ടിനം വസ്തുക്കളിലാണ്. ഈ ഹദീസ് വളരെ അടിസ്ഥാനപരമായ ഒരു ഹദീസാണ്. സ്വർണം, വെള്ളി എന്നീ നാണയങ്ങളിലും ഭക്ഷ്യധാന്യങ്ങളിലുമാണ് പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് വ്യാപാര സംബന്ധമായ പലിശ. അതായത് സ്വർണത്തിന് പകരം സ്വർണം, വെള്ളിക്ക് പകരം വെള്ളി, അതല്ലെങ്കിൽ സ്വർണത്തിന് പകരം വെള്ളി, വെള്ളിക്ക് പകരം സ്വർണം. അതുപോലെ അരിക്ക് പകരം അരി, നെല്ലിന് പകരം നെല്ല്, ഗോതമ്പിന് പകരം ഗോതമ്പ്, അതല്ലെങ്കിൽ ഗോതമ്പിന് പകരം നെല്ല്, നെല്ലിന് പകരം ഗോതമ്പ്. ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ ഒരേ വസ്തു പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുക, അതല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളിൽപ്പെട്ട ഒരിനം മറ്റൊരിനത്തിന് പകരം വിൽക്കപ്പെടുക. അതുപോലെ തന്നെ സ്വർണത്തിന് പകരം സ്വർണം, വെള്ളിക്ക് പകരം വെള്ളി, അല്ലെങ്കിൽ സ്വർണത്തിന് പകരം വെള്ളി, വെള്ളിക്ക് പകരം സ്വർണം. ഈ വ്യാപാരത്തിലാണ് കച്ചവടത്തിൽ പലിശ വരുന്നത്. അതിനെപ്പറ്റിയ അസ്സഹബു, സ്വർണം വിൽക്കൽ, ബിസ്സഹബി സ്വർണത്തിന് പകരം, വൽ ഫില്ലത്തു വെള്ളി വിൽക്കൽ, ബിൽ ഫില്ലത്തി വെള്ളിക്ക് പകരം, വൽ ബുർറു ഗോതമ്പ് വിൽക്കൽ, ബിൽ ബുർരി ഗോതമ്പിന് പകരം, വസ്സഈറു ബാർലി വിൽക്കൽ, ബിസ്സഈരി ബാർലിക്ക് പകരം, വത്തംറു ഈത്തപ്പഴം വിൽക്കൽ, ബിത്തംരി ഈത്തപ്പഴത്തിന് പകരം, വൽ മിൽഹു ഉപ്പ് വിൽക്കൽ, ബിൽ മിൽഹി ഉപ്പിന് പകരം. മസലൻ ബിമസലിൻ, മിസ്ലൻ ബിമിസ്ലിൻ, സമാസമമായിരിക്കണം. ഒന്ന് ഏറുകയും ഒന്ന് കുറയുകയും ചെയ്യാൻ പാടില്ല. അളക്കുന്ന വസ്തുവാണെങ്കിൽ അളവിലേറ്റക്കുറവ് പാടില്ല, തൂക്കുന്ന വസ്തുവാണെങ്കിൽ തൂക്കത്തിൽ ഏറ്റക്കുറവ് വരാൻ പാടില്ല, എണ്ണുന്നതാണെങ്കിൽ എണ്ണത്തിൽ ഏറ്റക്കുറവ് വരാൻ പാടില്ല. അതാണ് മിസ്ലൻ ബിമിസ്ലിൻ എന്ന് പറഞ്ഞത്. സമാസമായിരിക്കണം രണ്ടും. മാത്രമല്ല സവാഅൻ ബിസവാഇൻ യദൻ ബിയദിൻ, അതാദ്യം പറഞ്ഞതിന് മിസ്ലൻ ബിമിസ്ലിൻ എന്ന് പറഞ്ഞതിനൊന്ന് തെക്കീത് ചെയ്യാൻ വേണ്ടി അരക്കിട്ടുറപ്പിച്ചതാണ് സവാഅൻ ബിസവാഇൻ എന്ന് പറഞ്ഞാൽ അതിലാണ് ഏറ്റവും കൂടുതൽ പലിശ വരുന്നത്. അതൊന്ന് പ്രത്യേകിച്ച് ഊന്നി പറഞ്ഞു. തുല്യം ആയിരിക്കണം, ഒന്ന് ഏറി മറ്റൊന്ന് കുറവും വരാൻ പാടില്ല. അതന്നെ യദൻ ബിയദിൻ, കച്ചവടം നടന്ന സഭ പിരിയുന്നതിന്റെ മുമ്പ് പരസ്പരം കൈമാറ്റം നടന്നിരിക്കണം. ആ യദം ഇത് കൈക്ക് കൈയായിട്ട് വേറെ ഹ എന്ന് പറഞ്ഞ
ഇവൻ സാധനം എന്നാ എന്ന് അങ്ങോട്ട് പറയുമ്പോൾ മറ്റൊന്ന് അവന്റെ വില എന്നാ എന്നിങ്ങോട്ട് പറയണം. ഹാ വഹ. അതിന്റെ മറ്റൊരു പ്രയോഗമാണ് സവാ അമ്പി സവാ, അല്ല യഥമ്പി യത് കാരണം കൈക്കയ്യാത് എന്ന് പറഞ്ഞാൽ ഇവൻ അങ്ങോട്ട് സാധനം ഇപ്പൊ കൊടുത്തു, മറ്റോ പിറ്റേന്നാ കൊടുക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അത് പറ്റൂല അർത്ഥം. അപ്പോ തുല്യത്തിന് തുല്യവുമാവണം, റെഡിക്ക് റെഡി ആവണം, പരസ്പരം സഭയിൽ വെച്ചിട്ട് കൈമാറുകയും വേണം. അവധി പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, സഭ പിരിയുന്നതിന് മുമ്പ് പരസ്പരം വസ്തുക്കൾ കൈമാറുകയും വേണം. ആ ഒരാൾ ഇപ്പം കൈമാറി ഒരാൾ പിന്നെ കൈമാറാ പകരം എന്ന് വെച്ചാൽ അത് പറ്റില്ല, അത് പലിശയാണ്. അല്ല, ഒന്നിപ്പോ കൊടുത്തു, ഒന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവധി വെച്ചു, അത് പലിശയാണ്. ഒന്ന് 10 ഗ്രാമാണ്, തിരിച്ചു കൊടുക്കുന്നത് 12 ഗ്രാമാണ്, അത് പലിശയാണ്. ഏറ്റക്കുറവ് പലിശയാണ്, അവധി വെക്കൽ പലിശയാണ്. സഭ പിരിയുന്നതിന് മുമ്പ് പരസ്പരം കൈമാറ്റം ചെയ്യാതെ വന്നാൽ അതും പലിശയാണ്. പക്ഷെ വൈദഖ്തലഫത്ത് ഹാദിഹിൽ അസ്നാഫു, ഈ ഇനങ്ങൾ പരസ്പരം വ്യത്യസ്തമാണ്. അഥവാ സ്വർണത്തിന് പകരം വെള്ളിയാ വെക്കുന്നത്, അല്ലെങ്കിൽ വെള്ളിക്ക് പകരം സ്വർണ്ണാണ്, അപ്പോ വ്യത്യാസപ്പെട്ടല്ലോ. അതല്ലെങ്കിൽ ഗോതമ്പത്തിന് പകരം ബാർലിയാ വെക്കുന്നത്, ബാർലിക്ക് പകരം ഗോതമ്പാണ് വെക്കുന്നത്. ഇങ്ങനെ വന്നാൽ ഫബിയു കൈഫ ശിഅ്തും, അവിടെ ഏറ്റക്കുറവിൽ പ്രശ്നമില്ല, അങ്ങനെ നിങ്ങൾ സൗകര്യം പോലെ വെച്ചോളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉറപ്പാണല്ലോ അങ്ങനെ നടക്കുകയുള്ളൂ. അതായത് 10 ഗ്രാം സ്വർണത്തിന് പകരം 10 ഗ്രാം വെള്ളി എന്തായാലും ദുന്യാവിൽ എവിടെയും വില ആവില്ലല്ലോ. അപ്പൊ ഏറ്റക്കുറവ് വരാം. പക്ഷെ അവിടെയും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതാക്കാന യദംബിയദിൻ, അവധി വെക്കാതെ സഭ പിരിയുന്നതിന് മുമ്പ് പരസ്പരം കൈമാറ്റം ചെയ്തിരിക്കണം. അപ്പൊ 2 ഷർത്തുണ്ട്. എന്തായിരിക്കണം? റൊക്കത്തിന് റൊക്കായിരിക്കണം, പരസ്പരം സഭയിൽ വെച്ച് കൈമാറ്റം ചെയ്യപ്പെടണം. ഈ നിബന്ധന ഒത്താൽ വസ്തു ഒരേ ഇനമല്ല, വ്യത്യസ്ത വസ്തുക്കളാണെങ്കിൽ അവിടെ ഏറ്റക്കുറവുണ്ടാവുന്നതുകൊണ്ട് വിരോധമില്ല. റവാഹു മുസ്ലിമുൻ, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇതാണിപ്പോ കച്ചവടത്തിൽ വരുന്ന പലിശ. കച്ചവട പലിശ എന്ന നിലക്ക് വരുന്ന പലിശ ഈ 3 പലിശകളാണ്. ഞാൻ അതിന്റെ വിശദീകരണം പറയട്ടെ. ഫശൂരിത്ത, അപ്പോൾ ഷർത്താക്കപ്പെടും, ഫീ ബൈഇ മത്ഊമിൻ, ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കളെ വിൽപ്പന നടത്തുന്നതിൽ, എന്തിനു പകരം? ബി മത്ഊമിൻ, മറ്റൊരു ഭക്ഷ്യവസ്തുവിന് പകരം. ഒരു ഭക്ഷ്യവസ്തുവിനെ മറ്റൊരു ഭക്ഷ്യവസ്തുവിന് പകരം വിൽപ്പന നടത്തുകയാണെങ്കിൽ ആ വ്യാപാരത്തിൽ ഷർത്താക്കപ്പെടും. എന്താ ഷർത്താക്കപ്പെടുക? സലാസത്ത് ശുറൂത്ത്. അല്ല, അതുപോലെ തന്നെ നഖ്ദിൻ, ഒരു നാണയത്തെ കൈമാറ്റം ചെയ്യപ്പെടുന്നു, വിൽക്കപ്പെടുന്നു. ബിനഖ്ദിൻ, മറ്റൊരു നാണയത്തിന് പകരം എന്ന് പറഞ്ഞാൽ സ്വർണത്തിന് പകരം സ്വർണം വിൽക്കുന്നു. അതാണ് നാണം നിറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് ആ സ്വർണം. അതല്ലെങ്കിൽ വെള്ളിക്ക് പകരം വെള്ളി. 2 തരം നാണയാണ്, ഒന്ന് വെള്ളി നാണയം, മറ്റൊന്ന് സ്വർണ്ണ നാണയം. അങ്ങനെ സ്വർണത്തിന് പകരം സ്വർണമോ വെള്ളിക്ക് പകരം വെള്ളിയോ വ്യാപാരം നടത്തപ്പെടുകയാണെങ്കിൽ ഈ 2 എടുത്തിരും. അപ്പൊ ഒരു ഭക്ഷ്യവസ്തുവിന് പകരം മറ്റൊരു ഭക്ഷ്യവസ്തുവിനെ, ഒരു നാണയത്തിന് പകരം മറ്റൊരു നാണയത്തെ വിൽക്കപ്പെടുകയാണെങ്കിൽ അവിടെ സലാസത്ത് ശുറൂത്തിൻ, 3 ഷർത്തുകൾ ഉണ്ട്. ഈ 3 ഷർത്ത് പാലിക്കാതെ പോയാൽ പലിശ വരും. വൻദോഷങ്ങളിൽപ്പെട്ട സബൽ മുബിഖാത്തായ പലിശ വരും. ഏതാണത് ഷർത്തുകൾ? ഒന്ന് ഹുലൂൽ, ഈ കൊടുക്കുന്നതും വാങ്ങുന്നതും റൊക്കമായിരിക്കണം. റൊക്കത്തിന് റൊക്കം. കച്ചവടം, കടക്കച്ചവടമില്ല. ചില പീടികൾക്ക് നാട്ടിൽ ബളവന്മാരെ എഴുതിയേക്കലുണ്ട്, ഇന്ന് റൊക്കം നാളെ കടന്ന്. എന്നും അങ്ങനെ തന്നെ ഡേറ്റ് ഇടാതെയാണല്ലോ. എന്നും പീടിക ചെന്ന് നോക്കിയാൽ ഇന്ന് റൊക്കം നാളെ കടന്ന, ഈ നാളെ ഉണ്ടാവില്ല. മനസ്സിലായില്ല? അപ്പൊ എന്നും റൊക്ക. പക്ഷെ അത് പൊന്നിന് പകരം പൊന്ന് വിൽക്കുമ്പോഴേ ആ ഷർത്തുള്ളൂ. അതുപോലെ തന്നെ വെള്ളിക്ക് പകരം വെള്ളി വിൽക്കുമ്പോഴും, ഭക്ഷണ സാധനത്തിന് പകരം ഭക്ഷണ സാധനം വിൽക്കുമ്പോഴും, ഇതിനാണ് ഇപ്പൊ ഈ ഷർത്ത്. എന്താ? റൊക്ക കച്ചവടേ പറ്റുള്ളൂ, അതില് അവധി കച്ചവടം പാടില്ല. മനസ്സിലായിണ്ടോ? അവധി കച്ചവടം
പാടില്ല. കടം കൊടുക്കുന്നതിനെ പറ്റി അല്ല പറയുന്നത് കേട്ടോ. ഇനിയിപ്പോ അതൊക്കെ പാട് ഇസ്കാലാക്കിയിട്ട് കൊണ്ടുവന്ന് ബേജാറാണ്ട. കടം കൊടുക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. കച്ചവടം ചെയ്യുക, വിൽക്കുക. അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാല് പുണ്യച്ചവടക്കാര് ചെയ്യുന്ന ഏർപ്പാടുണ്ടല്ലോ. 10 ഗ്രാം പഴയ സ്വർണം എന്ന് പറഞ്ഞാൽ നേരത്തെ ആഭരണമായി ഉപയോഗിച്ചിരുന്ന പഴയ സ്വർണം കൊടുത്തിട്ട് 8 ഗ്രാമിന്റെ പഴയ സ്വർണം അല്ല പുതിയ സ്വർണ്ണാഭരണം വാങ്ങുന്നു. പഴയ സ്വർണ്ണാഭരണം 10 ഗ്രാമിന്റെ സ്വർണ്ണാഭരണം അങ്ങോട്ട് കൊടുത്തിട്ട് അതിന് പകരം പുതിയ സ്വർണ്ണാഭരണം 8 ഗ്രാം വാങ്ങുന്നു. അപ്പൊ 2 ഗ്രാം ഏറ്റക്കുറവ് വന്നു. അത് പലിശയാണ്. കാരണം അത് രണ്ടും സ്വർണ്ണല്ലേ. അപ്പൊ പിന്നെ ഒരു ഇഷ്കാല് അങ്ങനെയല്ല ഉസ്താദെ, പഴയ സ്വർണത്തിന്റെ വില എന്തായാലും പുതിയ സ്വർണം പഴയ സ്വർണത്തിന്റെ വിലക്ക് ആള് തരുമോ? അപ്പൊ പിന്നെ പഴയ സ്വർണം കൊടുത്തുകാണ്ട് പുതിയ സ്വർണം വാങ്ങുമ്പോ രണ്ടും റെഡി, റൊക്കത്തിന് റൊക്കാവാ, സഭയെ കൈമാറാനൊക്കെ പറഞ്ഞ് സമ്മതിക്കാം. സമത്തിന് സമായിട്ട് തുല്യത്തിന് തുല്യമായിട്ട് എങ്ങനെ ഇപ്പൊ കിട്ടുമോ എന്ന് ഇഷ്കാലാക്കണ്ട. നിങ്ങൾ എന്താക്കി കളി, പഴയ സ്വർണം കൊണ്ടുപോയി പണത്തിന് വിറ്റേക്ക്. തൂക്കിയിട്ട് 10 ഗ്രാം സ്വർണത്തിന് എത്രയാണോ വില നിശ്ചയിച്ചത് അന്നത്തെ മാർക്കറ്റ് വില, ആ മാർക്കറ്റ് വിലക്ക് ഈ പഴയ സ്വർണ്ണാഭരണം നിങ്ങൾ വിറ്റേക്കൂ. അങ്ങനെ ആ കച്ചവടം കഴിഞ്ഞു. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്താക്കിക്കോളൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള 8 ഗ്രാം സ്വർണ്ണാഭരണം അന്നത്തെ പുതിയ സ്വർണത്തിന്റെ മാർക്കറ്റ് വില എന്തോ ആ വിലക്ക് കച്ചവടം ചെയ്തോളൂ. അവിടെ കുഴപ്പമില്ല. 2 കച്ചവടമാണത്. അതൊന്ന് പൈസക്ക് സ്വർണം വിറ്റു, രണ്ടാമത്തെ കച്ചവടം പൈസ കൊടുത്തിട്ട് പുതിയ സ്വർണം വാങ്ങിയെന്നാണ്. അവിടെ ഏറ്റക്കുറവിന് കുഴപ്പമില്ല. അതേ സമയത്ത് ഈ പഴയ സ്വർണം തൂക്കി കൊടുത്തിട്ട് അതിന് പകരം പുതിയ സ്വർണം കൊടുക്കുക. അപ്പോ ഈ വില വ്യത്യാസം വരുമല്ലോ. ഈ വ്യത്യാസം വരുന്ന വില പലിശയാവും. വൻദോഷങ്ങളിൽപ്പെട്ട സബയിൽ മോബിക്കാത്തിൽപ്പെട്ട പലിശയാവും. അത് പാടില്ല. അതുപോലെ തന്നെ വെള്ളിക്ക് പകരം വെള്ളിയാണെങ്കിലും അങ്ങനെ തന്നെ. പഴയ വെള്ളി ആഭരണം കൊണ്ടുപോയി കൊടുത്തിട്ട് പുതിയ വെള്ളി ആഭരണം വാങ്ങുന്നു. അവിടെയും തന്നെ പുതിയ വെള്ളിന്റെ വിലയല്ല പഴയ വെള്ളിക്ക് ഉണ്ടാകുക. അപ്പൊ ഈ വെള്ളി അങ്ങോട്ട് കൊടുത്തിട്ട് അതിന് പകരം പുതിയ വെള്ളി ഇന്നത്തെ വില എന്താണോ ആ വിലക്ക് എടുക്കാൻ പാടില്ല. അപ്പൊ ഏറ്റക്കുറവ് വരും. അത് തരാൻ പാടില്ല. അപ്പൊ പിന്നെ എന്താക്കുക, പഴയ വെള്ളി വിലക്ക് വെക്കുക, പുതിയ വെള്ളി എന്നിട്ടാക്കുക വില കൊടുത്തിട്ട് വാങ്ങാം. എന്നതുപോലെ ഭക്ഷ്യധാന്യത്തിന് ഇപ്പൊ സാധാരണഗതിയിൽ വരില്ല. ഇന്ന് നമ്മളെ നാട്ടു നടപ്പനുസരിച്ച് ആ വ്യാപാരം അങ്ങനെ നടക്കുന്നില്ല. എന്നാലും ഉണ്ട്. പഴയ കാലത്ത് വ്യാപകമായി ഉണ്ടായിരുന്നു കർഷകരുടെ ഇടയിൽ. അതായത് വലിയ മുതലാളിമാര് വിത്തിന് വേണ്ടിയിട്ട് നെല്ല് പ്രത്യേകം തെരഞ്ഞെടുത്ത് പ്രത്യേകം ഉണക്കി സൂക്ഷിച്ച നെല്ലുണ്ടാവും. വിത്തിന് വിള പിന്നീട് അടുത്ത വിളവ് ഇറക്കാൻ വേണ്ടിയിട്ട് വിത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം സൂക്ഷിച്ച്, അത് ചെറുകിട കർഷകർ അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്നാ അവരെന്ത് ചെയ്യും, കൃഷി ഇറക്കേണ്ട സമയമാവുമ്പോ നെല്ല് കൊടുത്തിട്ട് വിത്ത് വാങ്ങും. രണ്ടും നെല്ല് തന്നെയാണ്. അവിടെ പണ്ടത്തെ കണക്കനുസരിച്ച് ഒരു പറ വിത്ത് കിട്ടണമെങ്കിൽ 2 പറ നെല്ല് കൊടുക്കണമായിരുന്നു. സാധാരണ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന നെല്ല് 2 പറ കൊടുത്തെങ്കിലേ വിത്തായിട്ട് വിളവിറക്കാൻ ഉപയോഗിക്കുന്ന നെല്ല് 1 പറ കിട്ടൂ. അങ്ങനെ കൊടുക്കാൻ പാടില്ല. വില കെട്ടി വാങ്ങിക്കോളുങ്ങൾ. വിത്തിന് 1 കിലോക്ക് 25 രൂപ വില ഉണ്ടെന്ന് വെക്കട്ടെ. ഭക്ഷ്യാവശ്യത്തിനുള്ള നെല്ലിനാണെങ്കിലോ 15 രൂപയേ ഉള്ളൂ. അപ്പൊ 10 രൂപ 1 കിലോമീറ്റർ വ്യത്യാസം വന്നോളൂ. അതിന് കുഴപ്പമില്ല. അത് നിങ്ങൾ വേറെ 2 കച്ചവടം ചെയ്യണം. നെല്ല് വിലക്ക് വെച്ചോളൂ, അതിൻ്റെ ഒരു വില നിശ്ചയിച്ചോളൂ, ആ കച്ചവടം പൂർത്തിയാക്ക്. എന്നിട്ട് വിത്ത് വേറെ വാങ്ങിക്കോളൂ, അത് വേറെ വില വെച്ചിട്ട്. അല്ലാതെ നെല്ല് കൊടുത്തിട്ട് വിത്ത് വാങ്ങാം, വിത്ത് കൊടുത്തിട്ട് നെല്ല് വാങ്ങാന്ന് പറയുമ്പോ ഒരേ സാധനം പരസ്പരം കൈമാറ്റം ചെയ്യാണ്. അങ്ങനെ വരുമ്പോ തുല്യ അളവായിരിക്കണം. അതെന്തായാലും നടക്കൂല. അതുപോലെ തന്നെ പഴയ കാലത്ത് സ്വഹാബാക്കൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ കാലത്ത് ഈ കാരക്ക വ്യാപാരത്തിൽ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നു. കാരക്ക ഇപ്പൊ ഇവിടെ പരിചയമുള്ളവർക്ക് അറിയാം, പല വിലന്റെ കാരക്കയാണല്ലോ. അപ്പൊ മുന്തിയ തരം കാരക്ക 1 സ്വായ് കൊടുത്താല് താഴ്ന്ന തരം കാരക്ക 2 സായ് കിട്ടും. അല്ലെങ്കിൽ 2 സായ് താഴ്ന്ന തരം കാരക്ക കൊടുത്തിട്ട് 1 സ്വായ് മുന്തിയ കാരക്ക വാങ്ങും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ ഒരു സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നല്ല മുന്തിയ തരം ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുത്തു.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇത് എവിടുന്നാ മോനെ കൊണ്ടുവന്നത്? അത് ഹബീബാ നബിയെ ഖൈബറിന്ന് വാങ്ങിയതാണ്. മുന്തിയ കാരക്ക ഖൈബറിലെ. എങ്ങനെ ഇത് വാങ്ങി വെച്ച്? സാധാരണ കാരക്ക അപ്പൊ ഖൈബറിലുള്ള എല്ലാ കാരക്കയും ഈ ജാതിയാണോ എന്ന് വെച്ചു നബി. അല്ലല്ല, അവിടെ പല ജാതിയുണ്ട്. ഇത് അവിടുത്തെ ഒരു മുന്തിയ തരം കാരക്കയാണ്. അത് ഇതെങ്ങനെ ഈ വാങ്ങി വെച്ച്? സാധാരണ കാരക്ക 2 കിലോ 2 സ്വായ് കൊടുത്തിട്ട് ഇതൊരു സ്വായ് വാങ്ങിയതാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വാ ഐനുൽ റിബ, അയ്യോ പറ്റിപ്പോയല്ലോ മോനെ, അതല്ലേ പലിശ എന്ന് പറയുന്നത്. ഒരു സ്വായ് സാധാരണ മുന്തിയ കാരക്ക വാങ്ങിയിട്ട് സാധാരണക്കാരക്ക 2 സ്വായ് കൊടുക്കുക എന്ന് പറയുന്നത് കട്ട പലിശല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെയുള്ള വ്യാപാരം പാടില്ല. അപ്പൊ എന്താക്ക? ഈ താന്ന കാരക്ക വിലക്ക് വിൽക്കുക, എന്നിട്ട് മുന്തിയ കാരക്ക പൈസ കൊടുത്ത് വാങ്ങാം. അല്ലാതെ ഇവ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഹുലൂൽ റെഡിക്ക് റെഡി ആവണം. അതായത് റൊക്കാണ്, അവധി പറയാൻ പാടില്ല. രണ്ടാമത്തോ തഖാബുദുൻ ഖബ്ല തഫറുഖിൻ, ഈ കച്ചവടം നടന്ന സഭ പിരിയുന്നതിന് മുമ്പ് പരസ്പരം കൈമാറ്റം ചെയ്യണം. ഇവൻ വാങ്ങിയത് ഇങ്ങോട്ട് സ്വീകരിക്കുകയും ഇവൻ കൊടുത്തത് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഒന്നിപ്പോ വാങ്ങി ഒന്ന് മറ്റേ പിന്നെ കൊടുത്താൽ പറ്റൂല, അവധി വെച്ചാലും പറ്റൂല. മൂന്നാമത്തെ ഷർത്ത് മുവാസലത്തുൻ, രണ്ടും സമാസമായിരിക്കണം, ഏറ്റക്കുറവ് വരാൻ പാടില്ല. പക്ഷെ അത് എപ്പോഴും ഇല്ല. അതെപ്പോഴാ? ഇതത്തഹദ ജിൻസൻ, മൂന്നുകൂടി അങ്ങനെ ഒരേ ഇനം ആണ് രണ്ടുമെങ്കിൽ. ഉദാഹരണം, സ്വർണത്തിന് പകരം സ്വർണ്ണയാണ്, വെള്ളിക്ക് പകരം വെള്ളിയാണ്. അതുപോലെ ഗോതമ്പത്തിന് പകരം ഗോതമ്പ്, ബാർലിക്ക് പകരം ബാർലി, ഇങ്ങനെ ഒരേ ഇനം പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോഴാണ് 3 ഷർത്ത്. അതേ സമയത്ത് ഇതുപോലെയൊക്കെ ബുല്ലിൻ ബി ബുല്ലിൻ, ഗോതമ്പിന് പകരം ഗോതമ്പ് വിൽക്കുന്നു. അറുസിൻ ബി അറുസിൻ, നെല്ലിന് പകരം നെല്ല്, ഞാൻ അരി അറിഞ്ഞാലും വേണ്ടില്ല. റഹബിൻ ബി റഹബിൻ, സ്വർണത്തിന് പകരം സ്വർണം. ഫില്ലത്തിൻ ബി ഫില്ലത്തിൻ, വെള്ളിക്ക് പകരം വെള്ളി. ഇങ്ങനെ ഒരേ ഇനം പരസ്പരം കൈമാറ്റം ചെയ്യുന്ന കച്ചവടത്തിലാണ് 3 ഷർത്ത്. അഥവാ റൊക്കമായിരിക്കണം, സഭ പിരിയുന്നതിന് മുമ്പ് കൈമാറ്റം ചെയ്യണം, തുല്യത്തിന് തുല്യമായിരിക്കണം. ഇങ്ങനെ 3 ഷർത്ത്. ഷർത്താനി, ഇനി 2 ഷർത്തുണ്ട്. ഏതാണ് 2 ഷർത്ത്? ഹുലൂൽ, റൊക്കത്തിന് റൊക്കായിരിക്കണം. തഖാബുദ്, സഭ പിരിയുന്നതിന് മുമ്പ് പരസ്പരം വസ്തു കൈമാറ്റം ചെയ്യണം. ഈ 2 ഷർത്ത്. അതെപ്പോഴാ? ഇഖ്തലഫ ജിൻസൻ, അതിന്റെ വർഗം വ്യത്യാസപ്പെട്ടു, എന്നാൽ തത്വത്തിലൊത്തു. അത് പറയണം, തത്വത്തിലൊക്കുക. തത്വത്തിലൊക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള തത്വം? നാണയം എന്നതാണ് സ്വർണം വെള്ളിയുടെ തത്വം. ഭക്ഷ്യവസ്തു എന്നതാണ് പിന്നെ പറഞ്ഞതിന്റെ തത്വം. അപ്പൊ ഒരു ഭക്ഷ്യവസ്തുവിന് പകരം ഒരു ഭക്ഷ്യവസ്തു വിൽക്കുന്നു. എന്നാൽ നെല്ലിന് പകരം നെല്ലല്ല. ഉദാഹരണം, നെല്ലിന് പകരം ഗോതമ്പാണ്. അതല്ലെങ്കിൽ ഈത്തപ്പഴത്തിന് പകരം മുന്തിരിയാണ്. അതല്ലെങ്കിൽ കപ്പക്ക് പകരം നേന്ത്രപ്പഴമാണ്. ഇങ്ങനെ വന്നു. അപ്പോ ഭക്ഷ്യവസ്തുവാണ് എന്നതിലൊക്കുന്നു. അതോടുകൂടി ഒരേ സാധനമല്ല. അതുപോലെ വെള്ളിക്ക് പകരം സ്വർണം വെക്കുന്നു, സ്വർണത്തിന് പകരം വെള്ളി വെക്കുന്നു. അങ്ങനെ 2 നാണയാണ്. പക്ഷേ ഒന്ന് സ്വർണ്ണ നാണയാണ്, മറ്റൊന്ന് വെള്ളി നാണയാണ്. ഇങ്ങനെ വന്നാൽ 2 ഷർത്ത്. ഏതാണ്? ഹുലൂൽ, റൊക്കത്തിന് റൊക്കായിരിക്കണം. തഖാബുദ്, സഭ പിരിയുന്നതിന് മുമ്പ് സാധനം പരസ്പരം കൈമാറണം. ഈ 2 ഷർത്തേ ഉള്ളൂ. അവിടെ ഏറ്റക്കുറവ് എന്നോട് കുഴപ്പമില്ല എന്നർത്ഥം. അതെന്താ ഉറപ്പല്ലേ? കാരണം സ്വർണവും വെള്ളിയും ഒരേ തൂക്കം പരസ്പരം കൈമാറാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോ അതുപോലെ ഉദാഹരണം, ബുല്ലിൻ ബി അറുസിൻ, നെല്ലിന് പകരം ഗോതമ്പ് വിൽക്കുന്നു. റഹബിൻ ബി ഫില്ലത്തിൻ, വെള്ളിക്ക് പകരം സ്വർണം അല്ലെങ്കിൽ സ്വർണത്തിന് പകരം വെള്ളി വിൽക്കുന്നു. ഇങ്ങനെ വന്നാൽ 2 ഷർത്ത്. അവിടെ പിന്നെ തുല്യ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ 2ഉം റൊക്കത്തിന് റൊക്കാവണം, സഭ പിരിയുന്നതിന് മുമ്പ് കൈമാറണം. ഇങ്ങനെയാണ് ഇപ്പോ കച്ചവട പണ്ഡിതമായ പലിശ. ഇനി ഈ 2 ഇനങ്ങൾ, ഒന്ന് ഭക്ഷ്യവസ്തുക്കൾ, 2 നാണയങ്ങൾ, ഈ 2ലും ഈ കച്ചവട സംബന്ധമായ പലിശ വരും. ബാക്കിയുള്ളവരൊന്നും അത് വരൂല. ഇവ കൈമാറ്റം ചെയ്യുമ്പോഴായി ഈ ഷർത്ത് പാലിക്കേണ്ടത് അർത്ഥം.
നാണയം പരസ്പരം കൈമാറുക, അല്ലെങ്കിൽ ഒരു നാണയം മറ്റൊരു നാണയത്തിന് പകരം കൈമാറുക, ഭക്ഷ്യവസ്തുവിന് പകരം ഭക്ഷ്യവസ്തു കൈമാറുക. ഈ കച്ചവടത്തിൽ ഒരേ ഇനം ആണെങ്കിൽ 3 ഷർത്ത്, ഇനം ഒന്നല്ല, വ്യത്യസ്തമാണ്, പക്ഷേ ഒരേ അടിസ്ഥാനാണ്. അതായത് നാണയം എന്ന അടിസ്ഥാനം അല്ലെങ്കിൽ ഭക്ഷ്യവസ്തു എന്ന അടിസ്ഥാനം എങ്കിൽ 2 ഷർത്തും. ഈ 3 ഷർത്തുകളിൽപ്പെട്ട വല്ല ഷർത്തിനും ഭംഗം വന്നാൽ, അതല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞോടത്ത് 2 ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഷർത്തിന് ഭംഗം വന്നാൽ ഹറുമൽ ബൈഉ, ആ കച്ചവടമൊക്കെ ഹറാമാ. സ്വർണ്ണ കച്ചവടക്കാരെ 3/4 ഭാഗം കച്ചവടം ഈ ഹറാമിന്റെ കൊട്ടയിലേ ഉണ്ടാകുക. എന്തുകൊണ്ട്? ലിമാ ഫീഹി മിന റിബ, ഈ ഷർത്തിന് ഭംഗം വന്നാൽ പലിശ വരും എന്നത് കൊണ്ടാണ് ആ കച്ചവടം ഹറാമാകാൻ കാരണം. ഫരിദാ, ഇവയിൽ ഷർത്ത് വ്യത്യാസപ്പെട്ടു പോയാൽ പലിശ വരും എന്നതിനാലാണ് സുമ്മിയ, പേര് പറയപ്പെട്ടത്, കുല്ലും മിനൽ മത്ഊമി വന്നഖദി, ഭക്ഷ്യപദാർത്ഥങ്ങൾ, നാണയങ്ങൾ എന്നിവക്ക് റിബവിയൻ, പലിശ വരാവുന്ന വസ്തുക്കൾ എന്ന് പേര് ശറയിൽ അതിന് വരാൻ കാരണം ഇവയുടെ കൈമാറ്റത്തിൽ കർശനമായി 3 നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ കടുത്ത പലിശ വന്നു ചേരും എന്നതിനാൽ ഈ വസ്തുക്കൾക്ക് തന്നെ റിബവിയായ വസ്തുക്കൾ, പലിശയിലേക്ക് ചേർക്കപ്പെടുന്ന വസ്തുക്കൾ എന്ന് പേര് ശറയിൽ കൊടുക്കാൻ കാരണം അതാണ്. അത് കച്ചവടം ചെയ്യാൻ പാടില്ല എന്നല്ല, അത് കച്ചവടം ചെയ്യുന്നവര് വളരെ സൂക്ഷിച്ച് തീ കൊണ്ട് കൈകാര്യം ചെയ്യുന്നത് പോലെ സൂക്ഷിക്കണം. തീ ശ്രദ്ധ തെറ്റിയാൽ വീട് കരിക്കാനും ശരീരത്തെ കൊല്ലാനും മതിയാവുന്നത് പോലെ ഭക്ഷ്യവസ്തുക്കൾ പരസ്പരം കൈമാറുകയും നാണയങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്ന കച്ചവടത്തിൽ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ കഠിനമായ പലിശ വന്നു ചേരും. അതേസമയത്ത് ഭക്ഷ്യപദാർത്ഥങ്ങളെ വിൽക്കപ്പെട്ടാൽ, ബിഗൈരി മത്ഊമിൻ, ഭക്ഷ്യപദാർത്ഥമല്ലാത്ത വേറെ വല്ല വസ്തുവിനും വിൽക്കപ്പെട്ടാൽ, അതല്ലെങ്കിൽ ഔ നഖ്ദുൻ, നാണയം വിൽക്കപ്പെട്ടാൽ, ബിഗൈരി നഖ്ദിൻ, നാണയത്തിനല്ലാതെ വിൽക്കപ്പെട്ടാൽ, ലം യുഷ്തറത്ത് ശൈഉൻ മിന ശുറൂത്തിൽ മദ്കൂറ, മേൽ പറയപ്പെട്ട 3 ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്തുമില്ല. ഉദാഹരണം, സ്വർണം കൊടുത്തിട്ട് അരി വാങ്ങാണ്, അല്ലെങ്കിൽ വെള്ളി കൊടുത്തിട്ട് അരി വാങ്ങാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഔദിച്ചേക്കാണെങ്കിലും വിരോധമില്ല, സഭ പിരിയുന്നതിന് മേൽ മുമ്പ് കൈമാറിയാലും വിരോധമില്ല, ഏറ്റക്കുറവ് വന്നാലും വിരോധമില്ല. കാരണം ആ ബിസിനസ്സിൽ കച്ചവട സംബന്ധമായ പലിശ വരൂല. അതിലൊക്കെ കടപ്പലിശ എല്ലാത്തിലും വരും കേട്ടോ. എല്ലാത്തിലും വരുന്ന പലിശക്കാണ് കടപ്പലിശ എന്ന് പറയുന്നത്. അത് വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ, ഏതൊരു കടമിടപാടും ഈ കടം കൊടുക്കുന്നവനും വാങ്ങുന്നവനും തമ്മിൽ എന്തെങ്കിലും ഒരു ഉപാധി വെച്ചുകൊണ്ട്, ഒരു നിബന്ധന വെച്ചുകൊണ്ട് നടത്തുന്ന കടമിടപാടുകളിലൊക്കെ പലിശ വരും. അത് ഇന്ന വസ്തുവെന്നില്ല. ഇത് കച്ചവടത്തിൽ പലിശ വരുന്നത് ഈ 2 വസ്തുക്കളേ ഉള്ളൂ. ഒന്ന് നാണയം പരസ്പരം കൈമാറുമ്പോഴും, രണ്ടാമത്തത് ഭക്ഷ്യവസ്തുക്കൾ പരസ്പരം കൈമാറുമ്പോഴും മാത്രമേ പലിശ വരുന്നുള്ളൂ. അത് സൂക്ഷിക്കണം. 3 നിലക്ക് പലിശ വരും. സൂക്ഷിച്ചില്ലെങ്കിൽ കടുത്ത ഹറാമും വൻദോഷവുമായി തീരും. വരിബ എന്നാൽ ഏത് തരം പലിശയും, പലിശ 3 ഞാനിപ്പോ ഇവിടെ പറഞ്ഞു, ഇനി 4ാമത്തെ വേറൊന്നുണ്ട്, കടപ്പലിശ പറഞ്ഞ. ഏത് തരം പലിശയും മിന്നക്ബരിൽ കബായിരി, ഏറ്റവും വലിയ വൻദോഷങ്ങളിൽപ്പെട്ട, സബുൽ മൂബിഖാത്തിൽപ്പെട്ട ദോഷമാണ്. അലാ ഉഖ്ബിറുക്കും അൻ അക്ബരിൽ കബായിർ എന്ന് പറഞ്ഞിട്ട് ഇജ്തനിബു സബുൽ മൂബിഖാത്ത്, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്ത സകല സൽക്കർമ്മങ്ങളെയും നിഷ്ഫലമാക്കുന്ന, ഫലമില്ലാതാക്കി നശിപ്പിച്ചു കളയുന്ന 7 വൻദോഷങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ട് അതിൽ ഒന്നാമത് തന്നെ അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ശിർക്കലാണ്. പിന്നെ വഖത്തുൽ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖ്, അള്ളാഹു കൊല്ലാൻ പാടില്ല എന്ന് നിരോധിച്ച ആളുകളെ ശറഅനുവദിക്കുന്ന കാരണം കൂടാതെ കൊല്ലുക, അതിന്റെ കൂട്ടത്തിലാ.
അള്ളാഹുവിനെ കൊണ്ട് കാഫറായി പോവുകയും നിരപരാധിയായിരിക്കുന്ന ഒരു മനുഷ്യനെ അറുകൊല ചെയ്യുകയും ചെയ്യുന്ന മഹാപാപങ്ങളുടെ കൂട്ടത്തിലാണ് പലിശയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത്. നമ്മക്കിന്ന് അതൊരു വർത്താനല്ല. പലിശ ബാങ്കിലേക്ക് മത്സരിക്കലും അതിൽ സ്ഥാനം കിട്ടിയവർക്ക് സ്വീകരണം കൊടുക്കലും ഘോഷയാത്ര നടത്തലും ഇന്ന് മുസ്ലിം സമുദായം പോലും ചെയ്തു വരുന്ന ദുഃഖകരമായ നഗ്നസത്യമാണ്. എത്ര വലിയ വൻപാതകമാണ്! അള്ളാഹുവിനോട് ശിർക്ക് വെച്ച് കാഫിറാവുന്ന, അതല്ലെങ്കിൽ നിരപരാധിയായ ഒരു മനുഷ്യനെ അറുകൊല ചെയ്യുന്ന മഹാപാപം ചെയ്ത ആ മഹാപാപിയെ പോലത്തെ ഒരു മഹാപാപിയാണ് പലിശക്കാർ. ആ പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ഏർപ്പാടുകാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഅനത്ത് ചെയ്തതാ. പലിശ കൊടുക്കുന്നവനെയും പലിശ വാങ്ങുന്നവനെയും പലിശക്ക് എഴുതുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഅനത്ത് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ആ പലിശ ബാങ്ക് ഭരിക്കാൻ വേണ്ടിയിട്ട്, അതിൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് മത്സരിക്കുക, ജയിച്ചവർക്ക് സ്വീകരണം കൊടുക്കുക, ഘോഷയാത്ര നടത്തുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇറ്റലിക്കാര് നമ്മളെ നിരപരാധികളായ 2 മത്സ്യത്തൊഴിലാളികളെ നിഷ്കരുണം വെടിവെച്ച് കൊന്നിട്ട് അവർക്ക് ഇറ്റലിക്കാര് കൊടുത്ത രാജകീയമായ സ്വീകരണം പോലെ, പന്നിമാംസം തിന്നുന്ന ആ കൂട്ടർക്കുണ്ടോ ഹക്കും ബാത്തിലും തിരിയാണ്. അതുപോലെ നമ്മൾ മുസ്ലിമീങ്ങളായ നമ്മളും പലിശ ബാങ്കിക്ക് മത്സരിച്ച് ജയിച്ചിട്ട് സ്ഥാനം കിട്ടിയോൻ ജില്ലാ ബാങ്കിലോ അല്ലെങ്കിൽ നാട്ടിലെ സഹകരണ ബാങ്കിലോ പ്രസിഡന്റ് സ്ഥാനോ മെമ്പർ സ്ഥാനോ കിട്ടാൻ വേണ്ടി മത്സരിച്ച് ജയിച്ചിട്ട് അത് കിട്ടിയാല് ഘോഷയാത്ര നടത്തുക, സ്വീകരണം നടത്തുക ഒക്കെ ചെയ്യുന്ന അവസ്ഥ അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ച കൂട്ടരാണ് എന്ന് മനസ്സിലാക്കുക. പലിശന്റെ ഇടപാട് നിർത്തുന്നില്ലെങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വിളംബരം അള്ളാഹു തആല ചെയ്തതാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാലത്തിന്റെ പോക്ക് നോക്കണേ. അതിനെതിരെ ഒരു മുസ്ലിയാർ വയല് പറഞ്ഞാൽ അയാൾ നമ്മുടെ പാർട്ടിനോടുള്ള എതിരാരനാണ്, മറ്റേ ഗ്രൂപ്പുകാരനാണ്, അയാളെ പിരിച്ചുവിടിയടാന്ന് പറയും. ഹക്കും ബാത്തിലും നോക്കിയിട്ടോ അള്ളയും റസൂലും പറഞ്ഞു നോക്കിയിട്ടോ അല്ല, ആ പാർട്ടിനോടുള്ള എതിരുകൊണ്ടാണ് മോലിയാർ അത് പറഞ്ഞത്. അതുകൊണ്ട് ആ മോലിയാരെ നമുക്ക് പറ്റൂല, അയാൾ മറ്റേ ഗ്രൂപ്പുകാരനാണ്, അയാളെ പിരിച്ചിടുക എന്നോടത്താണ് ഇന്ന് ലോകം ഉള്ളത്. വരിബ, പലിശ എന്നത് ഹറാമുൻ മിൻ അക്ബരിൽ കബായിരി, ഹറാമാണെന്ന് മാത്രമല്ല വൻദോഷങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ വൻദോഷങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഇത് ബിൽ കിതാബി, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. വസ്സുന്നത്തി, ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. വൽ ഇജ്മാഇ, മുസ്ലിം ഉലമാഇന്റെ മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം കൊണ്ടും ഖുർആനും സുന്നത്തും ഇജ്മാവും കൊണ്ട് സ്ഥിരപ്പെട്ട വൻദോഷങ്ങളിൽപ്പെട്ട ഹറാമാണ് എന്ന് മാത്രമല്ല, വലം യുഅ്ദിനില്ലാഹു, അല്ലാഹു തആല വിളംബരം ചെയ്തിട്ടില്ല, ഫീ കിതാബിഹി, തന്റെ വിശുദ്ധ കിതാബാവുന്ന ഖുർആനു ശരീഫിൽ, ആസിയൻ, ഒരു പാപിയെയും ബിൽ ഹർബി, യുദ്ധം കൊണ്ട് വിളംബരം ചെയ്തിട്ടില്ല. ഒരു പാപിയോടും അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. ആരോട് വെച്ച്? വയറ ആകിലിഹി, പലിശ വാങ്ങുന്നവനോടല്ലാതെ. പലിശ വാങ്ങുന്ന ആളോടാണ് സൂറത്തുൽ ബഖറയുടെ 279 ആയത്തിലൂടെ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, പലിശ ഏർപ്പാടുകാരെ, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ, അതിനു പോയിട്ട് മത്സരിക്കുന്നവരെ, ജയിച്ചവർക്ക് സ്വീകരണം കൊടുക്കുന്നവരെ, ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള യുദ്ധപ്രഖ്യാപനമാണത്. അതുകൊണ്ട് അവരോട് അള്ളാഹും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. കേട്ടോ, അറബി കാഫിരിങ്ങളെ സാധനമാണ് നടത്തുക. അള്ളാഹിന്റെ റസൂലിന്റെ ഹർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ തെറ്റി കാഫിറായി ചത്തുപോകും. മാത്രമല്ല, വലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഅനത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരത്താക്കപ്പെടട്ടെ എന്ന് ദുആ ചെയ്തിരിക്കുന്നു. ആരെ? ആകില റിബ, പലിശ വാങ്ങുന്നവനെ. ആകില റിബ എന്ന് പറഞ്ഞാൽ അതാണ്, പലിശ വാങ്ങുന്നവനെ തിന്നതിനർത്ഥം വെക്കണ്ട. പലിശ വാങ്ങുന്നവനെ, വമൂക്കിലഹു, പലിശ കൊടുക്കുന്നവനെയും. വാങ്ങണത് മാത്രമല്ല തെറ്റ്, കൊടുക്കലും തെറ്റാണ്. ചില ആളുകൾ എന്താക്കും? വ്യവസായം നടത്തുന്ന പോലെ ഇക്കാരം ആ വ്യവസായം ഒന്ന് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് വട്ടിപ്പലിശക്ക് കടം വാങ്ങും. എന്നിട്ട് കൂടാതെ കഴിയാഞ്ഞിട്ട് വാങ്ങിയതാ ഉസ്താദേ ന്യായം. ഇപ്പൊ ഉള്ളതുകൊണ്ട് തന്നെ പോരേനു ഞങ്ങക്ക്.
കൂടുതൽ ലാഭം ഉണ്ടാക്കി വയറ് വീർപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അതിന് പട്ടിപ്പലിശല്ലേ വാങ്ങിയത്. മറ്റോൻ കൊടുക്കാൻ പിന്നെ ഏതായാലും ഓന് കച്ചവടത്തിൽ ലാഭം കിട്ടണില്ലേ, ഓന് കച്ചവടം ചെയ്യാനല്ലേ കൊടുത്തു. അപ്പൊ ലാഭത്തിന്റെ ഒരു പോരി ഇൻക്കും വേണ്ടേ, ഞാൻ കൈ കൊടുത്തിട്ടല്ലേ ഓൻ കച്ചവടം ഉസാറാക്കിയത് എന്ന് മറ്റോന്റെ ന്യായം. ന്യായീകരണം എന്തായാലും വേണ്ടില്ല. കൊടുത്തവനെയും വാങ്ങിയവനെയും രണ്ടാളെയും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഅനത്ത് ചെയ്തിരിക്കുന്നു. മാത്രമല്ല പലിശ ബാങ്കിൽ ജോലി ചെയ്യുന്നവർ ജാഗ്രത, വകാതിബഹു പലിശക്ക് എഴുതുന്നവരെയും ശപിച്ചിരിക്കുന്നു, വശാഹിദൈഹി അതിന് സാക്ഷി നിൽക്കുന്നവരുടെ സാക്ഷികളെയും ശപിച്ചിരിക്കുന്നു. കണ്ടോ, എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലിശക്ക് വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, എഴുതുന്നവൻ, സാക്ഷി പറയുന്നവൻ എല്ലാവരെയും ഒക്കെ വൻദോഷാണ് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തല്ലേ ചെയ്തത്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹും സവാഉൻ ഈ കൂട്ടരും 4 കൂട്ടരും സമമാണ് എന്നല്ല, 4 കൂട്ടരും വൻദോഷം ചെയ്തവരാണ് എന്ന്. പലിശ കൊടുത്തോനും വാങ്ങിയോനും സാക്ഷി നിന്നോനും എഴുതിയോനും 4 കൂട്ടരും എന്താണ് കുറ്റത്തിൽ തുല്യമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും വൻദോഷികളാണ്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിമിന്റെ റിവായത്ത. ഇനി ചുരുക്കി എന്ന് പറയാ, എന്നാൽ ഈ പലിശ അർബഅത്തൻവാഇൻ 4 ഇനങ്ങളുണ്ട്. പലിശ 4 ഇനം. ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു, 3 നമ്മൾ നേരത്തെ പറഞ്ഞു. അല്ല പോലും അതിന് ഒന്നാമത്തേത് റിബൽ ഫള്, പോരിശയാക്കപ്പെട്ട പലിശ എന്നല്ലട്ടാ. റിബൽ ഫള് കാരണം മുഫാവലത്ത് നിന്നുള്ള ഫളാ, ഏറ്റക്കുറവിൽ വരുന്ന പലിശ. ഏറ്റക്കുറവിൽ വരുന്ന പലിശ റിബൽ ഫള് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പഴയ സ്വർണം 10 ഗ്രാം കൊടുത്തു, തിരിച്ചിങ്ങോട്ട് പുതിയ സ്വർണം 8 ഗ്രാം വാങ്ങി. ഇപ്പോ 2 ഗ്രാം വ്യത്യാസം വന്നില്ലേ, ഇതിനാണ് റിബൽ ഫള് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ 1 ലിറ്റർ സാധാരണ നെല്ല് കൊടുത്തിട്ട് 1/2 ലിറ്റർ വിത്ത് വാങ്ങി, ഇവിടെ റിബൽ ഫള മുഫാവലത്ത് ഏറ്റക്കുറവ് പലിശ. അങ്ങനെ യസീദ അഹദുൽ ഇവളൈൻ, ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുക, അങ്ങോട്ട് കൊടുത്തതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് വാങ്ങുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് കൊടുക്കുക. രണ്ടായാലും റിബൽ ഫളാണ്. രണ്ടാമത്തത് റിബൽ യദ്, കൈമാറ്റ പലിശ. കൈപ്പലിശ കേട്ടോ, കൈമാറ്റ പലിശ. അങ്ങനെ ഈ ഇടപാട് ചെയ്ത 2-ൽ ഒരാള്, വാങ്ങിയവൻ അല്ലെങ്കിൽ വിറ്റവൻ, 2-ൽ ഒരാള് വിട്ടുപിരിയ, മജ്ലിസുൽ അഖദി ഈ ഇടപാട് നടന്ന സഭ പിരിയ, ഖബ്ല തഖാബുദി വസ്തുക്കൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ്. രണ്ടും കൃത്യമാണ്, തൂക്കത്തിനൊന്നും വ്യത്യാസമില്ല, ഒരേ തൂക്കം തന്നെ. പക്ഷേ ഒരാള് തന്റെ വസ്തു മറ്റേയാൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു, അയാള് തിരിച്ചു കൊടുക്കേണ്ടത് സഭയിൽ നിന്ന് കൊടുത്തില്ല, സഭ പിരിഞ്ഞ്. എന്നാൽ അവിടെ റിബൽ യദ് കൈമാറ്റ പലിശ എന്ന് വരും. കാരണം ഇവൻ അങ്ങോട്ട് കൊടുത്തപ്പോ അവൻ ഇങ്ങോട്ട് വേണം. കാരണം അനീതിലത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇല്ല ഹ അവഹ എന്ന. ഇവരുടെ അങ്ങോട്ട് കൊടുക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങുക. ഒരാൾ അങ്ങോട്ട് കൊടുത്തു, മറ്റേയാൾ പിന്നെ കൊടുത്താൽ അവധി വെക്കാതെ തന്നെയാണെങ്കിലും അതിന് കൈമാറ്റ പലിശ വരും. അതിലിപ്പോ എന്താ ലാഭം എന്ന് ചോദിക്കണ്ട, അത് പലിശയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞതാണ്. അത് വൻദോഷമാണ്, ഹറാമാണ്. മൂന്നാമത്തേത് വരിബൻ നസാ, നിസാ അല്ലട്ടോ, വരിബൻ നസാ അവധി പലിശ, നസിയത്ത്. ഇന്നമൻ നസിയു സിയാദത്തുൻ ഫിൽ കുഫ്രി എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞില്ല. ആ നസി അതിൽ നിന്നുള്ളതാണ് നസാ. അങ്ങനെ അവധി പലിശ അജലുൻ, അവധി നിശ്ചയിക്കപ്പെടുക, ഫി അജലി വളൈനി കൈമാറ്റം ചെയ്യപ്പെടുന്ന 2 വസ്തുവിൽ അവധി നിശ്ചയിക്കുക. പഴയ സ്വർണം ഇപ്പോൾ കൊടുക്കുന്നു, പുതിയ സ്വർണം നാളെ തരാം, അല്ലെങ്കിൽ പുതിയ സ്വർണം ഇപ്പോൾ വാങ്ങുന്നു, പഴയ സ്വർണം നാളെ കൊടുക്ക എന്ന് പറയും പോലെ. വഹാദി സലാസത്തു, ഈ 3 തരം പലിശയും, ഏറ്റക്കുറവ് പലിശ, കൈമാറ്റ പലിശ, അവധി പലിശ, ഈ 3 പലിശയും വരും. ഇന്നമാ തഖഉ ഫീ ബൈഇ റിബവി, പലിശ വരുന്ന വസ്തുക്കളാവുന്ന നാണയങ്ങൾ, ഭക്ഷ്യപദാർത്ഥങ്ങൾ എന്നിവയിലാണ് ഈ 3 പലിശയും സാധാരണഗതിയിൽ വ്യാപാരത്തിൽ വരിക. വേറെ പലിശയൊന്നും വ്യാപാരത്തിൽ വരില്ല, കടമിടപാടില്ല പിന്നുള്ളത്. ഇങ്ങനെ 3 പലിശയല്ലോ. വറാബിയോ, 4ാമത്തെ പലിശ നമുക്കൊക്കെ സുപരിചിതമായ പലിശ. അതാ റിബൽ ഖർള്, കടപ്പലിശ. കടപ്പലിശ എന്താ കടപ്പലിശ പറഞ്ഞ? അത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞതാണ്. കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ
ഓരിബ. അത് ഏത് വസ്തുവിനും ബാധക. ഒരു സാധനം കടം കൊടുത്തു, ആ കടം കൊടുക്കാൻ ഒരു നിശ്ചിത ഉപാധി വെച്ചു. പണയം വെക്കണമെന്ന് ഉപാധി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതല്ലാത്ത ഒരു ഉപകാരം ഷർത്ത് വെച്ചാൽ അത് കൊടുത്തതിനെക്കാട്ടിലും ഏറെ വാങ്ങലാവാം, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഉപയോഗമാകാം, ഒക്കെ ആകാം. അത് കടപ്പലിശ എന്ന് പറയും. ഫീ കടം ഇടപാടിൽ ഷർത്ത് വെക്കുക. മാ ഫീഹി നഫ്ഉൻ ലിൽ മുഖ്രിദി, കടം കൊടുത്ത ആൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം. സംഖ്യ കടം കൊടുത്ത വ്യക്തിക്ക് കടം വാങ്ങിയ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും ഒരു ഉപകാരം ലഭിക്കുന്ന ഷർത്ത് വെക്കുക. ഏതൊഴിച്ച് വയറനഹ്വിൻ പണയം പോലത്തെ ചേർക്കണില്ല. അതിനായി ഈട പണയം ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഉദാഹരണം, ഒരാളിപ്പോ 1 ലക്ഷം റുപ്യ കടം വാങ്ങും ചോദിക്കുന്നു. അപ്പൊ ഇയാള് പറഞ്ഞു 1 ലക്ഷം റുപ്യ കടം തരാ, പക്ഷെ 10 പവന്റെ ഒരു ചെയിൻ ഇവിടെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ 5 പവന്റെ ഒരു ചെയിൻ കൊണ്ടുവന്നിട്ട് ഇവിടെ പണയം വെക്കണം എന്നാണ്. അങ്ങനെ പണയം വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്തിനാ? പണയം വെക്കുന്നതിന്റെ ഉദ്ദേശം അതിന് പിന്നീട് വരും. പണം വെക്കുന്നതിന്റെ ഇസ്ലാമിന്റെ ഉദ്ദേശം താൻ കൊടുത്ത കാശ് തിരിച്ചു കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ഈ കാര്യം അവനെ നോട്ടീസ് മുഖേന അറിയിച്ചിട്ട് പരസ്യമായി ഈ വസ്തു ലേലം ചെയ്ത് വിൽക്കുകയും തനിക്ക് കിട്ടാനുള്ള കാശ് അതിൽ നിന്നിട്ട് ഈടാക്കി ബാക്കി വരുന്ന സംഖ്യ ഈ വസ്തുവിന്റെ ഉടമക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി ബാക്കി വരുന്നില്ല, തുല്യാണെങ്കിൽ ആ വില അവനെടുക്കുക. അപ്പൊ കൊടുത്ത കാശ് നഷ്ടപ്പെടൂല എന്നുള്ള ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഈട് എന്ന നിലക്ക് കൊടുക്കുന്നതാണ് പണയം. അതിന് കുഴപ്പമില്ല. പക്ഷെ ഈ പണയ വസ്തു ഉപയോഗിക്കും എന്ന ഷർത്തോടു കൂടിയാണെങ്കിൽ പറ്റില്ല. നമ്മുടെ നാട്ടിൽ കണ്ടൊരു പണയപ്പാട്ടം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു 50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കടം കൊടുക്കുന്നു. അതിന് 1 ഏക്കർ പാടം, അതല്ലെങ്കിൽ 50 സെന്റ് തെങ്ങും തോട്ടം പണയം കൊടുക്കുന്നു. എന്താ വ്യവസ്ഥ? എന്നാണോ ഈ 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുന്നത് അതുവരെ ഈ പാടത്തിൽ കൃഷി ചെയ്യാനുള്ള അവകാശം കടം കൊടുത്തോന്, അതല്ലെങ്കിൽ ഈ തെങ്ങും തോട്ടത്തിൽ നിന്നുള്ള വരുമാനം എടുക്കാൻ ഈ കടം കൊടുത്തതിന് അവകാശം. ഇത് കടുത്ത പലിശയാണ്. അപ്പൊ പണയല്ലേ? പണയാണെങ്കിൽ ആധാരം കൊണ്ടേ അവന്റെ അടുത്ത് ഏൽപ്പിക്കാം, അല്ലാതെ അതിൽ നിന്ന് ഒരു ഓലമടൽ പോലും എടുക്കാൻ പാടില്ല. അത് കാരണം എന്താ? ഉപകാരമാണ്. ഉപകാരം ഷർത്ത് വെച്ചുകൊണ്ടുള്ള കടമിടപാടൊക്കെ പലിശയാണ്. എന്നാൽ പണയം വെക്കാം, അത് ഈടിന് വേണ്ടിയാണ്. ആ ഈടിന്റെ ഉദ്ദേശം എന്താ? അവധിക്ക് കിട്ടുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ പരസ്യമായി ലേലം ചെയ്ത് വിറ്റിട്ട് അതിന്റെ വിലയിൽ നിന്നും തനിക്ക് കിട്ടാനുള്ള കാശ് ഈടാക്കാം, ബാക്കിയുള്ളത് അവന് ഉടമക്കാരനും തിരിച്ചു കൊടുക്കണം. അപ്പൊ 4 തരം പലിശ. അതിൽ 3ഉം ഭക്ഷ്യവസ്തുക്കൾ പരസ്പരം വിൽക്കുമ്പോഴും നാണയങ്ങൾ പരസ്പരം വിൽക്കുമ്പോഴും വരുന്ന കച്ചവടത്തിൽ വരുന്ന പലിശ, അത് ഏറ്റക്കുറവ് പലിശ, കൈമാറ്റ പലിശ, അവധി പലിശ. ഇങ്ങനെ 3 പലിശ. കടത്തിൽ വരുന്ന പലിശ, കടം കൊടുക്കുന്ന വ്യക്തിക്ക് കടം വാങ്ങിയ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ഷർത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന കടമിടപാട്, അതിന് കടപ്പലിശ എന്നും പറയും. ഇങ്ങനെ 4 പലിശയും വൻദോഷങ്ങളിൽപ്പെട്ട സബഉൽ മൂബിഖാത്തിൽപ്പെട്ട കുറ്റമാവുന്നു. ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം കച്ചവടവുമായി ബന്ധപ്പെട്ട 3 പലിശയെ സംബന്ധിച്ച് മാത്രമാണ്. മറ്റുള്ളത് ഇവിടെ പറയുന്നതല്ല, അത് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അല്ലാത്തത് കൊണ്ട് തന്നെ. ഓക്കെ, ഇനി കച്ചവടത്തിന്റെ വിവിധ ഇനങ്ങളിലേക്ക് കടന്നു വരികയാണ്. തൽക്കാലം പാഠം പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ തുടക്കത്തിൽ ഉണർത്തിയതുപോലെ സുഹൃത്തുക്കളെയൊക്കെ ഉണർത്തുന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് സൗദി ടൈം 3 മണിക്ക് ക്ലാസ് അവസാനിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് എന്നാലും മോശമില്ല, 40 മിനിറ്റ് സമയം ബാക്കിയുണ്ട്. അപ്പോൾ സംശയം ചോദിക്കാനോ എന്തോ മറ്റോ ഉള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് മൈക്കിൽ വന്നിട്ട് സംശയം ചോദിക്കുക. ഇൻഷാ അല്ലാഹ് 3 മണിക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ്. ചോദ്യകർത്താക്കളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒക്കെ മൈക്കിൽ വന്നോളൂ. ദുആ വസിയത്തോടെ തൽക്കാലം മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈർ ഉസ്താദ്. ലാസ്റ്റ് ഭാഗം നഫ്ഉൽ മുഖ്തറിലിന് കഴിഞ്ഞിട്ട് ഗൈറ നഹ്വി റഹിനിൻ എന്ന് പറഞ്ഞ ഭാഗം ഒന്നും കൂടി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നൊന്നും കൂടി
വിശദീകരിച്ചു തന്നാൽ നന്നായിരുന്നു. ഞാൻ മൈക്ക് വിളിച്ചു. അത് കടപ്പലിശയില് അനുവദനീയമായ ഒരു നിബന്ധനയാണ്. അതായത് കടപ്പലിശ എന്നാണല്ലോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ റിബൽ ഖർദ്. കടപ്പലിശ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്? ഫീഹി, ഈ കടം ഇടപാടിൽ ഷർത്ത് വെക്കുക, മാ ഒരു കാര്യത്തെ, ഫീഹി ആ കാര്യത്തിലുണ്ട്, നഫ്ഉൻ എന്തെങ്കിലും ഒരു ഉപകാരമുണ്ട്. ആർക്ക്? ലിൽ മുഖിരിളി കടം കൊടുത്ത വ്യക്തിക്ക്. കടം കൊടുത്ത പണക്കാരന് ഈ കടം വാങ്ങിയ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ഷർത്ത് വെച്ചുകൊണ്ട് നടത്തുന്ന കടമിടപാടാണ് റിബൽ ഖർദ്. എന്നാൽ ഒരു ഷർത്തും വെക്കാൻ പാടില്ല എന്ന് പറയാൻ വയ്യൂല. ഏത് ഷർത്ത് ഒഴിച്ച്? റഹിനിൻ, പണയം പോലെയുള്ള ഷർത്ത് ഒഴിച്ച്. പണയം പോലെയുള്ളത് എന്ന് പറഞ്ഞാൽ ജാമ്യം പോലത്തതൊക്കെയാണ് പിന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സാക്ഷി, ജാമ്യം പോലെയുള്ള കാര്യങ്ങൾ. അതെന്താന്ന് വെച്ചാല് അതിന് കുഴപ്പമില്ല. അതും ഇപ്പൊ ഈ കടം കൊടുത്ത വ്യക്തിക്ക് ഉപകാരം തന്നെയാണ്. ഉദാഹരണം, 1,00,000 രൂപ ഒരാൾക്ക് നമ്മൾ കടം കൊടുക്കുകയാണ്. 6 മാസത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്ക് അല്ലെങ്കിൽ 1 കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞ് കടം കൊടുക്കുന്നു. അപ്പോ ഈ കാശ് കൊടുക്കുന്ന മുതലാളി പറയാണ്, എടാ 1,00,000 രൂപ കടം തരാം, പക്ഷെ എന്ത് വേണം? നീ എന്റെ ആ വണ്ടിന്റെ RC ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. വണ്ടി പണയം തരണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. വണ്ടി പണയം തരാ പറഞ്ഞാൽ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളന്നില്ല, വണ്ടിയുടെ RC ഇവിടെ കൊണ്ടുവന്ന് പണയം ഇവിടെ വെക്കണം എന്നാണ്. അതല്ലെങ്കിൽ നിന്റെ ആ ഭൂമിന്റെ ആധാരം ഇവിടെ കൊണ്ടുവന്ന് വെക്കണം എന്നാണ്. അതല്ലെങ്കിൽ 5 ഗ്രാം സ്വർണത്തിന്റെ ഒരു ചെയിന് അല്ലെങ്കിൽ വള ഇവിടെ കൊണ്ടുവന്ന് വെക്കണം എന്ന് പറഞ്ഞു. ഇതിപ്പോ പണയാണ്. ഇനി അതല്ലെങ്കിൽ പണയം മാത്രം, നെഹ്ബ് പറയുന്നത് എന്താ? പണയം മാത്രല്ല, നാട്ടിൽ ഉത്തരവാദപ്പെട്ട മാന്യന്മാരായ 2 വ്യക്തികളുണ്ട്. ആ 2 ആളിൽപ്പെട്ട ഒരാൾ സാക്ഷി നിൽക്കുകയാണെങ്കിൽ, ജാമ്യം നിൽക്കുകയാണെങ്കിൽ കാശ് ഞാൻ തരാന്ന് പറഞ്ഞു. ഇങ്ങനെ വിശ്വസ്തനും യോഗ്യനുമായിരിക്കുന്ന ആളുകളെ ജാമ്യം വേണം എന്ന് ഷർത്ത് വെക്ക. അതല്ലെങ്കിൽ വിറ്റാൽ ഈ കൊടുത്ത കാശ് നഷ്ടപ്പെടാത്ത നിലക്ക് ഈടാക്കാൻ പറ്റുന്ന വസ്തുവിനെ പണയം വെക്കണം എന്ന് ഷർത്ത് വെക്കാം. അതൊരു ഉപകാരം തന്നെയാണ്. എന്തുകൊണ്ട്? താൻ എണ്ണിക്കൊടുത്ത കാശ് തിരിച്ചു കിട്ടും എന്നുള്ളത് മനുഷ്യന്റെ കാര്യമല്ലേ, ഇപ്പത്തെ ദുന്യാവുമല്ലേ, ഓർപ്പിക്കാൻ വയ്യല്ലോ. അപ്പോ ഒരു പണയം, ഉദാഹരണം 5 പവന്റെ ഒരു സ്വർണ്ണാഭരണം ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ 1,00,000 രൂപ കണം കൊടുത്തിട്ടുള്ളൂ. അവധി കഴിഞ്ഞിട്ടും കാശ് കിട്ടുന്നില്ലെങ്കിൽ ഇവനോട് അറിയിക്കണം, ഇതാ എന്റെ കാശിന് നമ്മൾ തമ്മിലുള്ള കണക്കനുസരിച്ചുള്ള അവധി കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അടിയന്തരമായിട്ട് നീ ആ കാശ് തരണം, അല്ലെങ്കിൽ ഞാന് നീ തന്ന 5 പവന്റെ സ്വർണം ലേലം ചെയ്ത് വെക്കും എന്ന് പറയാം. എന്നിട്ട് അവൻ കാശ് തരുന്നില്ലെങ്കിൽ പരസ്യ മാർക്കറ്റിൽ ഈ സ്വർണ്ണാഭരണം വിലക്ക് വെക്കുക. വിറ്റിട്ട് 1,00,000 രൂപ കൊടുത്ത് ആ 1,00,000 അവൻ എടുക്കുക, ബാക്കിയുള്ള കാശ് ഈ ആഭരണത്തിന്റെ ഉടമക്കാരന് തിരിച്ചു കൊടുക്കണം. ഇങ്ങനെ പണയം വെക്കുക, ജാമ്യക്കാരെ വേണം എന്ന് ഷർത്ത് വെക്കുക. ഇത്തരം ഷർത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലാത്ത ഈ 2ന്റെ ഉദ്ദേശം എന്താണ്? തന്റെ കാശ് നഷ്ടപ്പെടരുത് എന്ന ഉദ്ദേശമാണ്. അല്ലാതെ തനിക്കത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേക നേട്ടം ഉണ്ടാക്കണമെന്ന് ഈ ഷർത്തിൽ ഇല്ല. കൈവശം ഈ സാധനം ഈട് തന്നാൽ എപ്പോഴും എന്റെ കൊടുത്തക്കായി പോവില്ല, അത് തിരിച്ച് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് വിറ്റിട്ട് എന്റെ മുതൽ ഈടാക്കാം എന്നുള്ളൊരു ഉറപ്പല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ആ ഷർത്ത് വെക്കുന്നതിന് കുഴപ്പമില്ല. അതല്ലാത്ത ഉപകാരങ്ങൾ ഷർത്ത് വെക്കാൻ പാടില്ല. വെച്ചാൽ അത് കടപ്പലിശ എന്ന് പറയുന്ന പലിശയിൽ പെരുകുന്നു. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഷോപ്പിലൊക്കെ ലാപ്ടോപ്പിനൊക്കെ ഓഫർ വെക്കലുണ്ട്. ആ സമയത്ത് 2000 റിയാലിൻ്റെ സാധനമാണെങ്കിൽ 200 റിയാൽ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ അത് ഒരാൾ ചിലപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് 2 മാസം
അല്ലെങ്കിൽ അടുത്ത മാസം പകുതി, അതിന്റെ അടുത്ത മാസം പകുതി അങ്ങനെ തരാം എന്ന് പറഞ്ഞാൽ കഫീൽ പറഞ്ഞിട്ടുണ്ട് ഈ 200 റിയാൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അതുപോലെ ഈ ഇതിന്റെ കൂടെ എന്തെങ്കിലും ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ കടമായതുകൊണ്ട് ഫ്രീ ഗിഫ്റ്റ് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇത് ഇന്ന മാസം അടുത്ത മാസം ഇത്രാം തീയതി പകുതി തരണം, അതിന്റെ അടുത്ത മാസം പകുതി തരണം, അങ്ങനെ ഒരു കണ്ടീഷൻ പറയാൻ പറ്റുമോ? അതാണ് അറിയേണ്ടത്. ഒന്ന് മറുപടി അറിഞ്ഞാൽ അത് ഉപകാരം. അസ്സലാമു അലൈക്കും. കച്ചവടത്തില് റെഡി കാശ് വിൽക്കുന്ന സാധനത്തിന് ഉദാഹരണം 1500 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു ലാപ്ടോപ്പ് 6 മാസം കൊണ്ട് അടച്ചു തീർക്കുക എന്ന വ്യവസ്ഥയിൽ 1700-നോ 1750-നോ വിൽക്കുന്നു. റെഡി കാശ് കൊടുത്ത് വാങ്ങുന്നവർക്ക് 1500 ഉള്ളു വില. 1500 ഇതേ ഷോപ്പിൽ നിന്ന് തന്നെ വിൽക്കുന്നുണ്ട്. പക്ഷെ 6 മാസം കൊണ്ട് 6 ഗഡുക്കളായിട്ട് അടച്ചു തരാം എന്ന വ്യവസ്ഥയിലാണെങ്കിൽ 1750 അല്ലെങ്കിൽ 1700 ഉണ്ട് എന്ന് വെച്ചോളൂ ഉദാഹരണം. അപ്പൊ ഒരു 200 റിയാലിന്റെ വ്യത്യാസം വരുമല്ലോ. ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, അതിൽ പലിശയൊന്നും വരൂല. പക്ഷെ എന്ത് വേണം? കച്ചവടം രണ്ടാലൊന്ന് ഉറക്കണം. അതായത് റെഡി കാശ് കൊടുത്ത് 1500-നാണോ വാങ്ങുന്നെങ്കിൽ അങ്ങനെ കച്ചവടം ഉറക്കണം. അതല്ല 6 മാസത്തിന് ഗഡുക്കളായിട്ട് ഒരു മാസത്തിൽ ഇത്ര സംഖ്യ എന്ന് കൃത്യമായി നിശ്ചയിച്ചിട്ട് 6 മാസം കൊണ്ട് അടച്ചു തീർക്കും, അങ്ങനെ 1750-ന് എടുക്കുന്നു എന്നിരിക്കട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ കുഴപ്പം വരുന്നൊരു രൂപമുണ്ട്. 6 മാസം കൊണ്ട് അടച്ചു തീർക്കുകയാണെങ്കിൽ 1750 വേണം. പക്ഷേ 3 മാസം കൊണ്ട് തന്നെ തീർക്കുകയാണെങ്കിൽ 1600 തന്നാ മതി, റെഡി കാശിനാണെങ്കിൽ 1500 എന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒത്തു. ഇപ്പൊ ഇവിടെ അവ്യക്തത നിൽക്കുന്നുണ്ട്. ഏതിനാണ് ഇപ്പം വിറ്റ് ഏതിനാ ഇപ്പം വാങ്ങിയെന്ന് അറിയില്ല. 3 വ്യവസ്ഥ. റെഡി ആണെങ്കിൽ 1500, 3 മാസം കൊണ്ടാണെങ്കിൽ 1600, 6 മാസം കൊണ്ടാണെങ്കിൽ 1750 എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ നടന്ന ബിസിനസ് കൃത്യമായിട്ടില്ല. ഏത് ബിസിനസ് അവർ ഉറച്ചെന്ന് വന്നിട്ടില്ല. അങ്ങനത്തെ കച്ചവടം പാടില്ല, ആ കച്ചവടം ശരിയല്ല. അതേസമയത്ത് വില ഉറച്ചുകൊണ്ട് 6 മാസം കൊണ്ട് ഉദാഹരണം മാസത്തിൽ നിശ്ചിത തുക അടച്ചു തീർക്കും എന്ന വ്യവസ്ഥയിൽ 6 മാസം കൊണ്ട് ഇപ്പൊ എന്താക്കുന്നു, 250 രൂപ ഇപ്പോൾ കൊടുക്കുന്നു, ഇനി ഒരു മാസത്തിൽ 200 വീതം അടച്ചാൽ മതി. അങ്ങനെ 6 മാസം കൊണ്ട് 200 വീതം അടച്ച് 1200-ഉം പിന്നെ 250 നേരത്തെ കൊടുത്തതും. അങ്ങനെ ആണെങ്കിൽ അതിന് കുഴപ്പമില്ല. ഇങ്ങനെയാണോ? അപ്പൊ ചുരുക്കത്തിൽ വ്യവസ്ഥ പ്രകാരം റെഡി കാശിന് കൊടുക്കുകയാണെങ്കിൽ ആ റെഡി കാശിന് ഇത്തിഫാത്ത് കച്ചവടത്തിൽ വരണം. അല്ല ക്രെഡിറ്റ് ആണെങ്കിൽ എത്ര അവധി ആണുള്ളതെന്നും എത്ര ഗഡുക്കളായി അടക്കണമെന്നും അതിന്റെ സംഖ്യ എത്രയാണെന്നും ഉറപ്പിച്ച് ഇപ്പോൾ തന്നെ കച്ചവടം മുറിഞ്ഞിരിക്കണം. അതിന്റെ ഇടയ്ക്കുള്ളത് പറ്റൂല അർത്ഥം. അങ്ങനെ അടച്ചാത്ര, ഇങ്ങനെ അടച്ചാത്ര, അങ്ങനെ അടച്ചാത്ര എന്നുള്ളത് പാടില്ല. അല്ലാത്തതിന് കുഴപ്പമില്ല. റെഡി കാശിന് വെക്കണതിന് ഇത്ര, അവധിക്ക് വെക്കണതിന് ഇത്ര എന്നുള്ള വില വ്യത്യാസം ഉണ്ടാവും, ഉറപ്പല്ലേ? റെഡി കാശും റെഡി സാധനമാണെങ്കിലുള്ള വില അല്ലല്ലോ കടത്തിനുള്ളത്. രണ്ടു കൂട്ടർക്ക് കൊണ്ട് ഗുണമുണ്ട്. അതുകൊണ്ടാണ് അത് ഇസ്ലാം ഹലാലാക്കാൻ കാരണം. രണ്ടു കൂട്ടർക്ക് ഗുണമുണ്ട്. കാരണം 1500 ഒന്നിച്ചു കൊടുക്കാനില്ലാത്ത ഒരാൾക്ക് മാസത്തിൽ 200 വീതം കൊടുത്താൽ മതി എന്നൊരാശ്വാസമുണ്ട്. സംഗതി ഒന്നിച്ചു വരുമ്പോ 280 രൂപ കൂടുന്നുണ്ട് എങ്കിൽ പോലും ഒന്നിച്ചുണ്ടാക്കണ്ടല്ലോ, 6 മാസം കൊണ്ട് കുറേശ്ശെ കൊടുത്താൽ മതിയല്ലോ എന്നുള്ള ആൾക്ക് ഈ വാങ്ങിയവനോ കൊണ്ട് ഗുണമുണ്ട്. ബിറ്റോന് റെഡി കാശിന് 1500-ന് വിറ്റാൽ അവൻ ആ കാശ് വീണ്ടും കച്ചവടത്തിൽ റോളാക്കിയാൽ 6 മാസം കൊണ്ട് വലിയൊരു സംഖ്യ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ സ്ഥാനത്ത് ഈ കാശ് 6 മാസം കൊണ്ട് 200-ചോ 250 വീതമോ വന്നു ചേരുന്നേ ഉള്ളൂ. അപ്പൊ അവന് 250 കൂടുതൽ വില ഉണ്ടെങ്കിൽ പോലും 6 മാസം കൊണ്ട് പലപ്പോഴായി കിട്ടുന്നത് കൊണ്ട് ബിസിനസ്സിലേക്ക് ഇറക്കാൻ സൗകര്യം കുറയുന്നുണ്ട്. അപ്പൊ രണ്ടു കൂട്ടർക്കും അതുകൊണ്ട് ഗുണവും ലാഭവും നഷ്ടവും രണ്ടും തുല്യാണ്, വാങ്ങിയവനും വിറ്റവനും. അതുകൊണ്ട് തന്നെ അവിടെ കുഴപ്പം ഒന്നുമില്ല, കച്ചവടം മുറിയണമെന്ന് മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
നാട്ടിലൊക്കെ ഈ ജ്വല്ലറിയിലൊക്കെ പൈസ കൊടുത്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ വിലക്ക് സ്വർണം തരാന്ന് പറയണ്ടേ, അത് ഹലാലാകുമോ അല്ലെങ്കിൽ ഹറാമാകുമോ എന്നൊന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. അതില് കച്ചവടം തന്നെ നടക്കുന്നില്ല. അത് ഒരു ജാതി ചൂതാട്ട, അതൊരു തരത്തിലുള്ള ചൂതാട്ടമാണ്. അത് ഇസ്ലാം ശരീഅത്തനുസരിച്ച് ചെയ്യാം. ചതിയും തട്ടിപ്പും അവ്യക്തതയുമുള്ള ഒരു കച്ചവടവും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അവ്യക്തത മാത്രമേ അതിലുള്ളൂ. എന്താണ് ഇപ്പൊ അതിൽ നടക്കുന്നത്? മനസ്സിലായില്ലേ? സ്വർണ്ണ കച്ചവടക്കാർ ഇന്ന് നടത്തുന്ന നാട്ടുകാരെ പഞ്ചിക്കാൻ വേണ്ടിയിട്ട് അവർ ഇറക്കുന്ന ഓഫറുകളിൽ 95% അല്ലെങ്കിൽ 99% ചതിയും തട്ടിപ്പും വഞ്ചനയുമാണ്. അതെ, നമ്മളെ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് കയറിയപ്പോ ഐറ്റങ്ങള് ആ തന്തൊക്കെ ഇപ്പോഴും പഴയ കമ്മ്യൂണിസം അങ്ങനെ കൊണ്ടിറക്കുന്ന മനുഷ്യനാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില കാർക്കശ്യങ്ങൾ അയാൾക്കുണ്ട്. അതനുസരിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കുറച്ചൊന്ന് കുറഞ്ഞപ്പം കാണാ സ്വർണ്ണക്കടക്കാരങ്ങനെ പൊളിഞ്ഞിട്ട് കരിമ്പാറമ്മല് മുങ്ങട്. അല്ലേ? സാധാരണ മുങ്ങണമെങ്കിൽ വെള്ളം വേണം. സ്വർണ്ണക്കടക്കാര് മുഴുവൻ മുങ്ങിയത് കരിമ്പാറമ്മല. ആ ജാതി അത്ഭുതം കണ്ടു. കാരണം എന്താ? സ്വർണ്ണം കച്ചവടം എന്ന പേരിന് വേണ്ടിയിട്ട് എന്തെങ്കിലും 4 മുക്കുപണ്ടങ്ങളും 2 വെള്ളിയാഭരണങ്ങളും ഇങ്ങനെ തൂക്കിയിട്ട് കുത്തിരിക്കുക. ആളുകളോട് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് പിൻവാതിലിലൂടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിട്ട് പണക്കാരായി കൊഴുക്കുകയാണ്. അതിന് കാശുണ്ടാക്കാൻ വേണ്ടി സ്വർണ്ണക്കടയിൽ ഷെയർ എന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങിയിട്ട് തോന്നിവാസം കളിക്കുകയാണ് അധിക പേരും ചെയ്തത്. അത് റിയൽ എസ്റ്റേറ്റ് മറിയാതെ കുറച്ചൊന്ന് സ്റ്റക്കായപ്പോ ഇവരുടെ ആട്ടം മുട്ടിയിട്ടാണ് പലരും മുങ്ങിയത്. അതിൽ നിന്ന് മനസ്സിലാക്കുക, പുറത്തു പറയണമെന്ന് വേറെയാണ്, ഉള്ളിൽ ചെയ്യുന്നത് മറ്റൊന്നാണ്. അപ്പോ ഈ ഇപ്പൊ കൊടുക്കുന്ന കാശ് ഇപ്പോഴത്തെ വിലക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സ്വർണം തരാം. എന്ത് കച്ചവടമാണത്? എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഞാൻ മൈക്കോട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഞങ്ങൾ മൈക്ക് ചാടിയതാണ്, പിന്നാലെ ചോദിക്കുന്നുള്ളൂ. ഉസ്താദ, യുസ്തറത്തു ഫീ മാഫി നഫ്ഉലിൽ മുഖ്രിദി ഗൈറ നഹ്വി റഹിനിൻ. ഒരാൾക്ക് പണയം, ഉസ്താദ് പറഞ്ഞ പോലെ പറമ്പ്, ഒരു പഴം കായ്ക്കുന്ന പറമ്പ് പണയത്തിന് കൊടുത്തു. അതിന് ഉപകാരം എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ അയാൾ ഒന്നിക്ക് ഉപകാരം എടുത്തോട്ടെ എന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ പൈസ തിരിച്ചു തരുന്നത് വരെ നീ അതിൽ കിട്ടുന്ന പറമ്പിൽ കിട്ടുന്ന വസ്തുക്കളൊക്കെ നീ എടുത്തോ ഇന്ന് ഇയാൾക്ക് പറയുകയോ പരസ്പരം പറയുകയോ ചെയ്താൽ അത് പലിശയാകുമോ എന്നറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. ബിസിനസ്സിൽ ഷർത്ത് വെക്കുക എന്ന് പറഞ്ഞ കേട്ടില്ലേ ദുരിയെ? അതന്നെ, ബിസിനസ്സിൽ ഷർത്ത് വെച്ചാൽ അത് പലിശയാവും. ബിസിനസ്സിൽ ഷർത്ത് വെച്ചാൽ അത് പലിശയാകും. ഷർത്ത് വെച്ചണോ അല്ലേ എന്നാ നോട്ടം ചുരുക്കം. അപ്പോ ഈ കാശ് കടം കൊടുക്കാൻ, കടം കിട്ടാൻ ഭൂമി പണയം കൊടുത്തതോടുകൂടി ഈ കാശ് തിരിച്ചു കിട്ടുന്നത് വരെ ആ ഭൂമിയിൽ നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം എടുക്കാം എന്ന ഉപാധി ഷർത്തോടു കൂടിയാണെങ്കിൽ അതിന് തന്നെ പലിശ എന്ന് പറയുന്നത്. പണയം വെക്കുന്നിടത്ത് ഉപകാരം എടുക്കാൻ പറ്റൂല. പണയം വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഈട് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമാവുന്ന സമയത്ത് വിൽക്കാൻ പറ്റുന്ന നിലക്ക് എന്താക്കുക, എഗ്രിമെന്റ് എഴുതി കൊടുക്കുക, ആധാരം കൊടുക്കുക. അതിന്റെ അപ്പുറമുള്ള ഉപകാരങ്ങളൊന്നും വെക്കാൻ പറ്റൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് എനിക്ക് ഈ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഈ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഫെയർ ടിക്കറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമ്മുടെ പൈസ എത്രയാണോ ടിക്കറ്റിൻ്റെ ഉള്ളത്
ആ ടിക്കറ്റിന്റെ പൈസ മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ ഒരു മാസത്തിന്റെ ഉള്ളിൽ അടച്ച് പിന്നെ അതിനൊരു സമയമുണ്ട്, ആ സമയത്തിന്റെ ഉള്ളിൽ അടച്ചു തീർത്തു കഴിഞ്ഞാൽ പലിശ ഒന്നും വരാറില്ല. അപ്പോൾ അതിന്റെ ഉള്ളിൽ അടച്ച് തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ടിക്കറ്റ് പോലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും. നിലവിലുള്ള എല്ലാ ക്രെഡിറ്റ് കാർഡുകളിലും നമ്മുടെ സൗദി അറേബ്യയിൽ ചുരുക്കം ചില ഇസ്ലാമിക് ബാങ്കുകളുടെ ഈടോട് കൂടി നടത്തുന്ന കാർഡുകൾ ഒഴിച്ചാൽ ലോകവ്യാപകമായി ഇന്ന് നടക്കുന്ന ക്രെഡിറ്റ് കാർഡുകളൊക്കെ കടുത്ത പലിശയുടെ പിന്തുണയോട് കൂടി നടക്കുന്ന ക്രെഡിറ്റ് കാർഡുകളാണ്. അപ്പൊ ആ കാർഡിന്റെ ബിസിനസ് തന്നെ പലിശയിലേക്ക് അറിയാതെ നമ്മൾ മൂക്ക് കുത്തുന്നതാണ്. എന്നാൽ വളരെ ചുരുക്കം ഇവിടെ സൗദി അറേബ്യയിലുള്ള ചില ഇസ്ലാമിക് ബാങ്കുകൾ, അങ്ങ് യു എയിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല, അങ്ങ് യു എക്കാരനോട് ദേഷ്യം പിടിക്കണ്ട, അവിടെ ഉണ്ടെങ്കിലും അവിടെ ഉണ്ട് ഇസ്ലാമിക് ബാങ്ക്. ഈ ഇസ്ലാമിക് ബാങ്ക് ശരീഅത്തിന്റെ നിയമപ്രകാരം ചില പലിശ ഇല്ലാത്ത നിലക്കുള്ള ക്രെഡിറ്റ് കാർഡ് ഇറക്കിയിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്നല്ലാത്ത മറ്റ് എല്ലാ ക്രെഡിറ്റ് കാർഡുകളും പലിശയുടെ 100 കണക്കിനുള്ള വ്യവസ്ഥകൾ, അതിൽ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് പലിശ വരുന്ന പല വ്യവസ്ഥകളും അതിലുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഉപയോഗിക്കാൻ നല്ലതല്ല. വളരെ ചുരുക്കം ചില ഇസ്ലാമിക് ബാങ്കുകൾ ഇറക്കുന്ന കാർഡുകൾ വ്യവസ്ഥ പാലിച്ചുകൊണ്ടുള്ളതാണ്, അതിന് കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിന്റെ ചോദ്യം, ഞാനൊരു ബിസിനസ് സ്ഥാപനം മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വാങ്ങുകയും അതിലേക്ക് ഞാൻ കുറച്ച് അഡ്വാൻസ് പൈസ കൊടുക്കുകയും ചെയ്തു. പിന്നീട് എനിക്ക് മനസ്സിലായി ഈ ബിസിനസ് ലാഭകരമല്ല എന്നോ അല്ലെങ്കിൽ എനിക്കിത് എന്നോട് ചതിക്കപ്പെട്ടതാണെന്ന് പിന്നീട് മനസ്സിലായെങ്കിൽ ഈ കൊടുത്ത അഡ്വാൻസ് പണം ഞങ്ങൾക്ക് തിരിച്ചു വാങ്ങാനുള്ള ഒരു അവകാശം എനിക്കുണ്ടോ എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനഃപൂർവ്വം ചതിച്ചതാണ് എന്നറിഞ്ഞാൽ കച്ചവടത്തിൽ നിന്നിട്ട് പിന്മാറാൻ പറ്റും, ആ ഭാഗഞ്ഞു വരും. മനഃപൂർവ്വം ചതിച്ചതല്ല, ഇവന്റെ നോട്ടക്കുറവ് കൊണ്ട്, വേണ്ടത്ര ജാഗ്രത പാലിക്കാത്തത് കൊണ്ട് ഇവൻ ചതിയിൽ പെട്ടുപോയതാണെങ്കിൽ കച്ചവടത്തിൽ നിന്നിട്ട് പിന്മാറാൻ വകുപ്പൊന്നും ഇല്ല. അതുകൊണ്ട് തിരിച്ച് രണ്ടാമത് അയാൾക്ക് തന്നെ വിൽക്കുകയോ വേറെ ആൾക്ക് വിറ്റ് തടിയെടുക്കുകയോ ചെയ്യുകയല്ലാതെ അഡ്വാൻസ് കാശ് ഇത് എന്ന് പറയാൻ പറ്റില്ല. അഡ്വാൻസ് കൊടുത്തത് വിലന്റെ ഭാഗമായിട്ടുള്ള അഡ്വാൻസ് ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. മറ്റൊരു കച്ചവടത്തിന്റെ കൂട്ടത്തിൽ ഇനി പറയും, ഒരു കച്ചവടം ഉണ്ട്, അതിന്റെ പേര് തന്നെ അച്ചാര കച്ചവടം എന്നാ. അച്ചാര കച്ചവടം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, ഒരു ഷോപ്പ് വാങ്ങുന്നു, 5 ലക്ഷം ദിർഹം വില കെട്ടിയിട്ട്, അല്ലെങ്കിൽ 5 ലക്ഷം റിയാല് വില കെട്ടിയിട്ട്, ഇപ്പോ ഒരു 50,000 റിയാല് കൊടുക്കുന്നു. ബാക്കി 6 മാസത്തിന്റെ ഉള്ളിൽ ബാക്കിയുള്ള 4,50,000 റിയാല് കൊടുക്കണം. അങ്ങനെ കൊടുത്തു വീട്ടിയാൽ ഓക്കെയാണ്. കൊടുക്കാൻ കഴിയാതെ വന്നാൽ ഈ കൊടുത്ത 50,000 റിയാല് തിരിച്ചു തരുന്നതല്ല എന്ന വ്യവസ്ഥയിൽ കൊടുക്കുന്ന കച്ചവടത്തിനാണ് അച്ചാര കച്ചവടം എന്ന് പറയുന്നത്. നാട്ടിൽ ഭൂമി കച്ചവടത്തിൽ ധാരാളം വ്യാപകമായി നടക്കുന്നുണ്ട്. 10-50 ലക്ഷം വില വരുന്ന ഭൂമി കച്ചവടം ചെയ്താൽ അഡ്വാൻസ് എന്നുള്ള ആൾക്ക് ഒരു 10,000-15,000 രൂപ കൊടുക്കും. 3 മാസം കൊണ്ട് കാശ് കൊടുത്തു തീർക്കാമെന്നോ, അല്ലെങ്കിൽ 50% 3 മാസം കൊണ്ട്, ബാക്കി 50% 6 മാസം കൊണ്ട് കൊടുത്തു തീർക്കാമെന്ന വ്യവസ്ഥയിൽ. പക്ഷേ ഈ 3 മാസത്തിന്റെ ഉള്ളിൽ 50% കാശ് കിട്ടിയില്ല എങ്കിൽ ആ കച്ചവടം പിരിയുമ്പോൾ നേരത്തെ കൊടുത്ത 15,000 രൂപ തിരിച്ചു കൊടുക്കൂല. അല്ല, കാശ് കൊടുക്കുകയാണെങ്കിലോ 15,000 കഴിച്ച് ബാക്കിയുള്ളത് കൊടുത്താലും മതി. ഇങ്ങനെയുള്ള കച്ചവടം ഒന്നും ഇസ്ലാമിൽ ഹലാലല്ല എന്ന്. പിന്നെ ചതിച്ചത് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ചതിച്ചതാണെങ്കിൽ മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. നിങ്ങൾ അറിയാതെ പോയിട്ട് വിവരമില്ലാതെ ചെന്ന് ചാടിയതാണെങ്കിൽ അതിന്റെ ഉത്തരവാദി നിങ്ങളാണ്. അതായത് ഒരു സാധനം എടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് സാധനം മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുകയും നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൗകര്യം ചെയ്തു തരികയും ചെയ്തിട്ട് നിങ്ങളുടെ പരിചയക്കുറവ് കൊണ്ടോ അതല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ടോ
വേണ്ടതുപോലെ ശ്രദ്ധിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ നിങ്ങൾ പോയി ചാടി കുടുങ്ങിയതാണ്. അവസാനം നഷ്ടം വരും എന്ന് കണ്ടപ്പോൾ നിങ്ങൾ എന്നെ ചർച്ചയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അതേ സമയത്ത് കൽപ്പിച്ചു കൂട്ടി മനഃപൂർവ്വം ഐബുകൾ കേടുകളൊക്കെ ഉള്ളിൽ മറച്ച് വെച്ച് നമ്മളെ ചർച്ചതാണെങ്കിലോ കച്ചവടത്തിൽ നിന്ന് പിന്മാറാനുള്ള വകുപ്പുണ്ടാവും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, എന്റെ സംശയം, നമ്മളിപ്പോ സാധാരണ ഇവിടെ ഇൻഷൂർ കാർഡ് നിലവിലുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൽ കൂടെ മരുന്ന് വാങ്ങുന്നത് നമുക്ക് ഹലാലാകുമോ? അതുപോലെ തന്നെ ആ ഇൻഷൂർ കാർഡ് കൂടെ തന്നെ നമുക്ക് കണ്ണട കിട്ടും. അപ്പൊ ഈ കണ്ണട നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒന്ന് വിശദീകരിച്ചാലും. സലാം. ഇൻഷൂറൊക്കെ ഇപ്പം നിർബന്ധമായ കോലായിപ്പോയി. എന്നാൽ അത് കടുത്ത ഹറാമാണെന്നും പലിശ ബിസിനസിനെ താങ്ങി നിർത്തുന്ന വലിയ കടുത്ത പലിശ ഏർപ്പാട് ചെയ്യുന്ന കമ്പനികളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് ഇൻഷുറൻസ് സമ്പ്രദായം തന്നെ അനിസ്ലാമികമാണെന്നും പണ്ട് ബിൻബാസ് ഇവിടുത്തെ ഷെയ്ഖുൽ ഇസ്ലാമായി ചീഫ് മുഫ്തി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഫത്വ കൊടുക്കുകയും ഏതാനും ചില കമ്പനികൾ നടപ്പിലാക്കിയിരുന്ന ഇൻഷുറൻസ് സംഖ്യ തിരിച്ച് കമ്പനികളെ കൊണ്ട് കൊടുപ്പിക്കുകയും ചെയ്ത് അത് എടുത്തു കളഞ്ഞിരുന്നു സൗദി അറേബ്യയിൽ. നേരത്തെ വാങ്ങിയ ചില കമ്പനികളോട് തിരിച്ചു കൊടുപ്പിച്ചു. അല്ലാത്തവരാരും അത് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്, പലിശയുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ്, ഇസ്ലാം അനുവദിക്കുന്ന ശർഈയായ ന്യായങ്ങളൊന്നും അതിന്റെ പിന്നിലില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അദ്ദേഹം വഫാത്തായി പോയതിനു ശേഷം പിന്നെ ഇന്ന് നിലവിലുള്ള ചീഫ് മുഫ്തിക്കൊന്നും അങ്ങനെയുള്ള ഒരു ആജ്ഞാ പവർ ഇല്ല. അതുകൊണ്ടായിരിക്കാം ഇന്ന് വെറുതെ എല്ലാ ആളുകളും ഇൻഷൂർ ചെയ്യണം എന്ന് നിർബന്ധ. മെഡിക്കൽ ഇൻഷൂർ എങ്കിലും ചെയ്തേ പറ്റൂ. അതനുസരിച്ച് ഒരു സേവനം ചെയ്യാത്ത കമ്പനികളുണ്ട്, വളരെ പരിമിതമായ സേവനങ്ങൾ ചെയ്യുന്ന കമ്പനികളുണ്ട്. ആശുപത്രികളാണെങ്കിൽ ഈ ഇൻഷുറൻസ് കമ്പനികളെ നഗ്നമായി കയ്യേറ്റം ചെയ്യാൻ ഒരു രോഗി, എല്ലാരെ പറ്റിയല്ല പറയുന്നത് കേട്ടോ, ഒരു രോഗി വല്ല കാരണവശാലും ഒരു ആശുപത്രിയെ സമീപിച്ച് അവന്റെ കാർഡ് കൊടുത്താൽ ആ കാർഡിന്റെ കോപ്പി എടുത്തു വെച്ച് പിന്നെ 4, 5, 6, 10 പ്രാവശ്യം ഈ രോഗി അവിടെ ചെന്നതായും മരുന്ന് വാങ്ങിയതായും കടലാസ് കൃത്രിമമാക്കി ഉണ്ടാക്കി ഇൻഷുറൻസ് കമ്പനിയെ ലക്ഷങ്ങൾ തട്ടുന്ന ചില ആശുപത്രിക്കാരും ഉണ്ട്. ഒരു സേവനവും ഈ ഇൻഷുറൻസ് അടച്ച ആൾക്ക് കൊടുക്കാത്ത വെറും തട്ടിപ്പ് നടത്തുന്ന ഇൻഷുറൻസ് കമ്പനികളും ഉണ്ട്. ഏതായാലും ഇൻഷുറൻസ് എന്ന് പറയുന്ന വകുപ്പ് തന്നെ മൊത്തത്തിൽ പലിശ ബിസിനസിനെയും വ്യവസായത്തെയും താങ്ങി നിർത്തുന്ന പലിശാധിഷ്ഠിത ഏർപ്പാടാണ്. അതൊരു മുസ്ലിമിനെ സംബന്ധിച്ച് ശരിയല്ല. എന്നാൽ ഇവിടെ സൗദി ഗവൺമെന്റിന്റെ കീഴിൽ അറിയപ്പെട്ട ചുരുക്കം ചില ഇൻഷുറൻസുകളുണ്ട്. ഏത് തൈമീന്, എന്താണ് അതിന് പറയാ, എന്തോ പറഞ്ഞു, താവൂരി എന്ന പേരിൽ ഒന്നുണ്ട്. അത് പിന്നെ ഇസ്ലാമിക് ബാങ്കിന്റെ ഒക്കെ ശ്രദ്ധ ഉള്ളത് കൊണ്ട് ശർഈയായ ചില നിയമങ്ങളൊക്കെ പാലിച്ചു കൊള്ളാവുന്ന നിലക്ക് പലിശ വരാതെ ഒരു പരസ്പര സഹായത്തിന്റെ രീതിയിലേക്ക് എത്തിച്ചു വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ അപൂർവമാണ്. മഹാഭൂരിപക്ഷവും അനിസ്ലാമികമായ കടുത്ത തെറ്റും കുറ്റവുമുള്ള പലിശ വ്യവസായത്തെ താങ്ങി നിർത്തുന്ന, തന്നെയെല്ലാം കേവലം ഊഹാടിസ്ഥാനത്തിലുള്ള ഇടപാടാണ്. മുസ്ലിമായി ജീവിച്ചു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതുമായി വിട്ടുനിൽക്കലാണ് ഹൈർ. മുമ്പ് ബിൻബാസ് ഫത്വ കൊടുത്തെന്ന് അനിസ്ലാമികവും ഹറാമുമായത് പിന്നെ ഇസ്ലാമായി തൊപ്പിട്ട കൂടിയ പൊന്നാനി പോയ കഥയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഏത് ഇൻഷുറൻസ് കമ്പനി പിന്നെ ഇസ്ലാം ചേർക്കാൻ വേണ്ടിയിട്ട് പൊന്നാനി കൊണ്ടുപോയി തൊപ്പിടിച്ചതായിട്ടൊന്നും കേട്ടിട്ടില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നല്ലാത്ത മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് തെറ്റാണ് എന്നതിൽ സുന്നി എന്നോ സുന്നി അല്ലാത്തവരെന്നോ വ്യത്യാസമില്ല. മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പാടില്ല എന്ന അഭിപ്രായക്കാരാണ്.
പിന്നെ ഇപ്പൊ ഇന്ന് നാടോടുമ്പോ നടുവ് ഓടുക എന്ന നിലക്ക് എല്ലാവരും ചെയ്യുമ്പോൾ നമ്മളും ചെയ്യുന്നു എന്നുള്ള നിലയാണ്. അതിന് ഇസ്ലാമികമായ മാനം കാണാൻ കഴിഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേറെ ആരും മൈക്കെടുക്കാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ കുറച്ച് 2-3 താഴത്തേരും. ഉസ്താദ്, ഈ പിന്നെ സ്വർണം നമ്മൾ വാങ്ങുമ്പോഴുള്ളൊരു അവിടെ വരുന്ന ഒരു പലിശ, മാറ്റ കച്ചവടം പറഞ്ഞല്ലോ, ഇപ്പോൾ അവിടെ വരുന്ന ഒരു പലിശയെ പറ്റി ചോദിക്കാം. ഇപ്പൊ സാധാരണ നമ്മൾ സ്വർണ്ണക്കടയിൽ പോയിട്ട് പുതിയ സ്വർണം സെലക്ട് ചെയ്യും, അതിന്റെ ബില്ലൊക്കെ എഴുതിക്കും, വില എല്ലാം നിശ്ചയിച്ച് നമുക്ക് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പ്രൈസ് കുറക്കാനുള്ളതൊക്കെ കുറച്ചതിന് ശേഷം പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിത് പഴയ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനും വില ഇട്ടിട്ട് അവർ അതിന് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ബാക്കിയുള്ള പൈസ കൊടുക്കാൻ പറയുകയാണ് ചെയ്യുക. അതായത് നമ്മൾ സ്വർണ്ണത്തിന്റെ സ്വർണം മാറ്റം ചെയ്യല്ല, വില രണ്ടിനും കണക്കാക്കുന്നുണ്ട്, ബില്ല് എഴുതുന്നുണ്ട്, അങ്ങോട്ട് കൊടുക്കുന്നതിനും ബില്ല് എഴുതുന്നുണ്ട്, ഇങ്ങോട്ട് വാങ്ങുന്നതിനും ബില്ല് എഴുതുന്നുണ്ട്. അത് സാധാരണ എല്ലാ ഫാമിലികളൊക്കെ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഗൾഫിലാവുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പുട്ടൊക്കെ ചെയ്താൽ ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ പലിശ വരുമോ എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് നന്നായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടികൾ വളരുന്നത്. മൈക്ക് വിടാൻ താമസിച്ചാലേ, അല്ലെങ്കിൽ സമയം പരിമിതാണ്. അതില് പലിശ വരൂല. രണ്ട് വേറെ വേറെ കച്ചവടം. അതായത് പുതിയ നമുക്ക് ആവശ്യമുള്ള സ്വർണം സെലക്ട് ചെയ്ത് അതിന്റെ തൂക്കം കൃത്യാക്കി അതിന് മാർക്കറ്റിലുള്ള വില എത്രയാണെന്ന് വെച്ചാൽ അത് നമ്മൾ കച്ചവടം പറഞ്ഞ് ഉറച്ച് അത് ഉറപ്പിച്ച് അത് ബില്ല് എഴുതി ഒരു കച്ചവടം അവിടെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ പുതിയ സ്വർണം കൊടുത്ത് അതിനുള്ള വില പരമാവധി പരസ്പരം വില പറഞ്ഞ് കിട്ടാവുന്നിടത്തോളം പരമാവധി ഉറപ്പിച്ചു, അത് വേറെ. അപ്പോ ഈ കൊടുത്ത സ്വർണം നമ്മൾ വിറ്റ് അതിന്റെ കാശ് സ്വീകരിച്ചു, കൈ എണ്ണി വാങ്ങിക്കൊള്ളുന്നില്ല. അത് കച്ചവടം പൂർത്തിയായി. ആ കച്ചവടം പൂർത്തിയായി, മറ്റേ കച്ചവടം പൂർത്തിയായി. ഇനി ഇങ്ങോട്ട് വാങ്ങിയ സ്വർണത്തിന്റെ വില കൊടുക്കുക എന്ന് പറഞ്ഞ ഏർപ്പാടെ ഇനി ബാക്കിയുള്ളൂ. അതിന് നമ്മൾ വിറ്റ സ്വർണത്തിന്റെ വില അത് കൂട്ടിയിട്ട് പോരാത്ത സംഖ്യയും കൊടുത്തു, അവിടെ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ രണ്ട് വേറെ വേറെ കച്ചവടം നടന്നിട്ടുണ്ട്. അല്ലാതെ ഈ സ്വർണം കൊടുത്ത് മറ്റേ സ്വർണം വാങ്ങല്ല, അവിടെയാണ് ഈ പ്രശ്നം വരിക. സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങുമ്പോൾ ഒരേ സാധനമാണല്ലോ, അപ്പൊ അത് തുല്യ ആവൂല, ഏറ്റക്കുറവ് വരും, അത് പാടില്ല. ഇപ്പൊ സ്വർണം പുതിയത് വേറെ വാങ്ങി പഴയത് വേറെ വിറ്റു, വിറ്റേന് കിട്ടിയ കാശിന്റെ പോരാത്ത കാശ് കൂടി കൊടുത്തു പുതിയ, അതിന് കുഴപ്പമൊന്നുമില്ല. അസ്സലാമലൈക്കും. ഓക്കെ, സാറിന്റെ ചോദ്യം, ഇവിടുന്ന് നാട്ടിലേക്ക് ഇപ്പൊ പൈസ അയക്കുന്നത് ഗൾഫില് എക്സ്ചേഞ്ച് വഴി അയക്കുന്നതിനേക്കാളും കൂടുതൽ റേറ്റില് ഉണ്ടിക്കാര് അയക്കലുണ്ട്, മാസം അടവ് വെച്ചിട്ട്, 3 മാസത്തെ അടവ് വെച്ചിട്ട്. ഈ ഇതില് ഒരു 10 ദിർഹംസൊക്കെ ഒരു 1000 ഉറുപ്പ്യക്ക് അധികം അവർ വാങ്ങിക്കുന്നുണ്ട്. ഇത് പലിശ അതിനകത്ത് പെടുക ഇല്ല എന്നുള്ളത്. ആ ഇടപാട് തന്നെ ശരിയാവും. ആ ബിസിനസ് തന്നെ എന്താന്നുള്ളതെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? മുമ്പൊക്കെ പഴയ കാലത്ത് ചെയ്തിരുന്നത് ഗൾഫിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ട് ഈ ഉണ്ടിക്കാര് കാശ് വാങ്ങിയിട്ട് അതിന് സ്വർണം വാങ്ങി മദ്രാസിലോ ബോംബെയിലോ എത്തിച്ചിട്ട് വിറ്റിട്ട് അതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം ആയിരുന്നു നമുക്ക് വില കണക്കാക്കി തന്നിരുന്നത്. ഇന്ന് അതൊന്നുമല്ല. ഇന്ന് അതിന്റെ പിന്നിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് മസല പറയാനോട്ട് കഴിയില്ല. അത് അതിന്റെ ഹോൾസെയിൽ ബിസിനസ്സുകാരുമായിട്ട് വിശ്വസ്തരായ ആളുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ സംഗതിയുടെ ക്രയോക്രയം നടത്തുന്നത്, എന്താണ് അതിന്റെ പിന്നിൽ എന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടെങ്കിലല്ലാതെ അത് സംബന്ധമായ വിവരം പറയാൻ കഴിയില്ല. മനസ്സിലായി? എനിക്കതിനെ പറ്റിയിട്ട് അറിയില്ല. മുമ്പ് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു, അന്ന് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അതല്ല. സ്വർണം വാങ്ങിയിട്ട് ബോംബെയിലോ അല്ലെങ്കിൽ മദ്രാസിലോ കൊണ്ടുപോയി വിറ്റിട്ട് അതിമേൽ വരുന്ന ഏറ്റക്കുറവ് നോക്കിയിട്ട് ഉള്ളതല്ല. ഇന്ന് എന്തൊക്കെയോ പറയപ്പെടുന്നുണ്ട്. അള്ളാഹു റസൂലും ആലം ഹക്ക് നമുക്കറിയില്ല. അതായത് മയക്കുമരുന്ന് വ്യാപാരം, അതുപോലെ തന്നെ ഭീകര സംഘടനകളുടെ സഹായം, അതുപോലെ ആയുധ ഇടപാട്, ഇങ്ങനെ പലതും പറയപ്പെടുന്നുണ്ട്. നമുക്കതൊന്നും അറിയില്ല. എന്തോ ഊഹാപോഹം വെച്ചിട്ട് നമ്മൾ ആരെ പേരിലും ഒന്നും ആരോപിക്കാൻ പാടില്ല. അതുകൊണ്ട് അതിന്റെ പിന്നിൽ നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അതിന്റെ മസല പറയാനും കഴിയില്ല. അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ എന്റെ സംശയം എന്താ വെച്ചാൽ വിഷയത്തിൽ ബന്ധപ്പെട്ടതല്ല,
പിന്നെ നമ്മളവിടെ ഈ നാട്ടും പുറത്തു കൂടെ കാണാൻ പെണ്ണുങ്ങള് പിന്നെ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാല് പിന്നെ റബ്ബർ തോട്ടത്തിലൊക്കെ പോയിങ്ങാണ്ട് വിറകൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ എങ്ങനെ ഇപ്പൊ അതിന്റെ ഇത് എന്റെ ഉമ്മ ഇതേപോലെ ചെറുപ്പകാലത്തെ കുറെ പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതേപോലെ ഈ അയൽവക്കത്തുള്ള ആൾക്കാർ അവരെ സമ്മതമില്ലാതെ തെങ്ങിന്റെ ഓല മടൽ ഇങ്ങനത്തെ കിളിക്കൽ എന്താണ് അതിനെ പറ്റിയൊന്ന് പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. ഞാൻ മൈക്രോ ടെസ്റ്റ്. വലൈക്കും അസ്സലാം. ഒരു ആളുടെ വസ്തു അയാളുടെ പൂർണ്ണമായ അനുവാദവും സമ്മതവും ഇല്ലാതെ എടുക്കൽ ഹറാമും അറിയാതെ എടുക്കൽ മോഷണവുമാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ ഓൽക്ക് ഗുരുത്തില്ല, ഓലെ സമ്മതമില്ല എങ്കിൽ അത് ഹറാമാണ്. കാണാതെ അറിയാതെ എടുക്കുകയാണെങ്കിലോ മോഷണവുമാണ്. അതേ സമയത്ത് ഉടമയില്ലാത്ത വല്ല കാട് വനങ്ങളിൽ പോയിട്ട് വിറകെടുത്ത് കൊണ്ടുവന്നാൽ ഈ പറയുന്ന നിയമം വരുന്നില്ല. അപ്പൊ ഇന്നൊക്കെ ഗവൺമെന്റിൻ്റെതാണ്, ഫോറസ്റ്റ് വകയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് കുഴപ്പമില്ല. ഒരാളുടെ ഉടമയിലുള്ളതാണെങ്കിൽ അത് വിറകെടുക്കുകയാണെങ്കിലും അല്ലാത്ത നേരത്തെ പറഞ്ഞതുപോലെ ഓലയോ മടലോ പോലെയുള്ളതൊക്കെ ആ വസ്തുവിന്റെ ഉടമക്കാരന്റെ തീർപ്പതിയോ സമ്മതമോ ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ നേരിട്ടുള്ള സമ്മതം തന്നെ വേണം. അതല്ലെങ്കിൽ അതെടുക്കുന്നത് അയാൾക്ക് തൃപ്തിക്കേടൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിലേ എടുക്കാൻ പാടുള്ളൂ. അയാൾക്ക് തൃപ്തി ഉണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല, അയാൾ നമുക്കൊട്ട് സമ്മതം തന്നിട്ടുമില്ല എങ്കിൽ അത് ഹറാമാണ്, മോഷണവും ആണ്. അതെടുക്കാൻ പാടില്ല. ഉടമയില്ലാത്ത വനം കാടുകൾ ഒരാളുടെ ഉടമയിലും പെടാത്ത അങ്ങനത്തെ ആണെങ്കിൽ വിറക് പോലെയുള്ളത് എടുക്കുന്നതിന് കുഴപ്പം ഇല്ലതാനും. ഓക്കെ, സമയം ഇന്ന് പറഞ്ഞതുപോലെ 3 മണി വരെയാണെന്ന് നമ്മൾ സമയം പറഞ്ഞതിന് ചെറിയൊരു ഷോയിലുള്ളത് കൊണ്ടാണ് നേരത്തെ നിർത്തേണ്ടി വരും എന്നതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നു, ഇന്ന് ചില പ്രത്യേക ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് 3 മണിയോടുകൂടി ക്ലാസ് നിർത്തും. ഒരുപാട് ആളുകൾ കൈപ്പൊക്കി നിൽക്കുന്നുണ്ട്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണ നമ്മളുടെ ചോദ്യോത്തരത്തിന് സമയം ആയി വരുന്നില്ലേ ഉള്ളൂ, 1 മണിക്കൂർ സമയം കൂടി ബാക്കിയുണ്ട്. പക്ഷെ ഇന്നൊരു അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ശനിയാഴ്ച കാണാം, റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ എന്നുണർത്തി തൽക്കാലം നിർത്തുകയാണ്.